പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അതൊക്കെയാണ് രാവിലെ മുതൽ സംഭവിച്ച വാർത്തകളുടെ തലക്കെട്ടുകൾ, പ്രധാന വാർത്തകൾ. ഒരുപാട് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഗുഡ് ആഫ്റ്റർനൂൺ നമ്മുടെ കമന്റ് ബോക്സിൽ പറയുന്നു. ഇപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു നല്ല ദിവസം ആശംസിക്കുകയാണ്. ആദ്യ വാർത്തയിലേക്കാണ്. PSC കോഴ നിയമസഭയിൽ. PSC അംഗത്വം വാഗ്ദാനം ചെയ്ത് CPIM യുവനേതാവ് പണം തട്ടിയെന്ന ആരോപണം നിയമസഭയിൽ ഉന്നയിക്കുന്നു പ്രതിപക്ഷം. നാട്ടിൽ പലതരം തട്ടിപ്പുകൾ നടക്കുന്നുണ്ടെന്നും ശക്തമായ നടപടി ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടിയും നൽകി. കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കൊട്ടൂളിക്കെതിരെ ഉയർന്ന പരാതിയിൽ പാർട്ടി തലത്തിൽ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. മന്ത്രി PA മുഹമ്മദിന്റെ അയൽക്കാരനാണ് പ്രമോദ് കൊട്ടൂളി. മന്ത്രി ഇടപെട്ട് PSC അംഗത്വം ഉറപ്പാക്കുമെന്ന് പറഞ്ഞാണ് ഇയാൾ 22 ലക്ഷം രൂപ വാങ്ങിയതെന്ന് കോഴിക്കോട്ടെ ഡോക്ടർ ദമ്പതിമാർ പാർട്ടി നേതൃത്വത്തിന് പരാതി നൽകി. സംസ്ഥാന സെക്രട്ടേറിയറ്റ് നിയോഗിച്ച 4-അംഗ കമ്മീഷൻ അന്വേഷണം നടത്തി. ജില്ലാ സെക്രട്ടേറിയറ്റ് ചേർന്ന് പ്രമോദ് കൊട്ടൂളിക്കെതിരെ നടപടി സ്വീകരിച്ചേക്കും. വിഷയം പ്രതിപക്ഷം നിയമസഭയിൽ ഉന്നയിച്ചു. തട്ടിപ്പുകാർക്കെതിരെ സ്വാഭാവിക നടപടി ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രിയുടെ മറുപടി. PSC അംഗങ്ങളെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള വഴിവിട്ട രീതികളും ഉണ്ടാകാറില്ല. മറ്റ് പ്രശ്നങ്ങൾ തട്ടിപ്പുകൾ പലതരത്തിൽ നാട്ടിൽ നടക്കുന്നുണ്ടല്ലോ. ഏതെല്ലാം തരത്തിലുള്ള തട്ടിപ്പുകൾക്ക് വേണ്ടി ആളുകൾ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയുള്ള തട്ടിപ്പുകൾ നാട്ടിൽ നടക്കുമ്പോൾ അതിൻ്റെ ഭാഗമായുള്ള നടപടികൾ സ്വാഭാവികമായി ഉണ്ടാകുമെന്ന് തന്നെയാണ്. തന്റെ പേര് വലിച്ചിഴച്ച് വ്യക്തിഹത്യ നടത്തുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. വസ്തുതയൊന്നുമില്ല എന്ന് ബോധ്യമായാലും വലിച്ചിഴക്കുന്നവർ അത് പിന്നീട് തിരുത്താനോ വിശദീകരിക്കാനോ തയ്യാറാകുന്നില്ല. ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതൊരു അന്യായമല്ലേ ശരിക്കും? അപ്പം അതുകൊണ്ട് തന്നെ എല്ലാ അതിരുകളും കടന്നു വരുമ്പോൾ അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. PSC അംഗത്വം CPIM തൂക്കി വിൽക്കുന്നുവെന്നും കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്നും കോഴിക്കോട് DCC പ്രസിഡന്റ് K പ്രവീൺ കുമാർ. ഭരണഘടനാ സ്ഥാപനമായ പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗത്വം ഭരിക്കുന്ന പാർട്ടിയെ CPM തൂക്കി വിൽക്കുന്ന കാഴ്ചയാണ് കോഴിക്കോട് കാണുന്നത്. ഇതേക്കുറിച്ചൊരു സമഗ്രമായ അന്വേഷണം വേണം. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ കേരളത്തിൽ, പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയായ കേരളത്തിൽ പോലീസ് നടത്തുന്ന അന്വേഷണത്തിൽ നിഷ്പക്ഷത ഉണ്ടാവില്ല, സത്യം കണ്ടെത്താൻ സാധിക്കില്ല. കോടതിയുടെ നിരീക്ഷണത്തിലുള്ള പോലീസ് അന്വേഷണമാണ് കോൺഗ്രസിൽ ആവശ്യപ്പെടുന്നത്. ജില്ലയിലെ CPIM നേതൃത്വത്തിനിടയിലെ ഭിന്നതയാണ് പരാതി പുറത്തുവരാൻ ഇടയാക്കിയതെന്നാണ് സൂചന. 24 കോഴിക്കോട്. പാർട്ടിക്കകത്തും പുറത്തുമൊക്കെ അന്വേഷണങ്ങൾ നടക്കട്ടെ, കതിരും പതിരും വ്യക്തമായി വരട്ടെ. സമരത്തിൽ റേഷൻ മുടങ്ങി. സംസ്ഥാനത്ത് റേഷൻ കടകൾ അടച്ചിട്ട് വ്യാപാരികളുടെ രാപ്പകൽ സമരം. വേതന പരിഷ്കരണം ഉൾപ്പെടെ ആവശ്യപ്പെട്ട് തിരുവനന്തപുരം പാളയം രക്തസാക്ഷി മണ്ഡപത്തിന് മുന്നിലാണ് നാളെ വൈകുന്നേരം വരെയുള്ള സമരം. ജനത്തിന് റേഷൻ നിഷേധിക്കുന്നത് അംഗീകരിക്കാനാവില്ല എന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ പ്രതികരിച്ചു. വ്യാപാരികളുടെ പ്രശ്നത്തിൽ ഇടപെടാൻ സർക്കാരിന് ദുരഭിമാനം വേണ്ട എന്ന് CITU നേതാവ് TP രാമകൃഷ്ണൻ പറഞ്ഞു. സംസ്ഥാനത്തെ 10,000-ലധികം റേഷൻ കടകൾ അടച്ചിട്ടാണ് വ്യാപാരികളുടെ 2 ദിവസത്തെ സമരം. റേഷൻ വ്യാപാരികളുടെ വേതന പാക്കേജ് കാലോചിതമായി പരിഷ്കരിക്കുക, ക്ഷേമനിധി കാര്യക്ഷമമാക്കുക, കിറ്റ് കമ്മീഷൻ നൽകുക, KTPDS അപാകതകൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി, ധനമന്ത്രി എന്നിവരുമായി റേഷൻ വ്യാപാരികൾ നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെയാണ് സമരം. സമരത്തിനെതിരെ മന്ത്രി GR അനിൽ രംഗത്തെത്തി. ജനങ്ങൾക്ക് അരി നിഷേധിക്കുന്ന നിലപാട് ആരും സ്വീകരിക്കാൻ പാടില്ലാത്തതെന്ന് മന്ത്രി 24-നോട് പറഞ്ഞു. ദേശീയ പണിമുടക്ക് നടക്കുന്ന സമയത്ത് പോലും പാലും അതുപോലെ റേഷൻ കടകളിലെ സാധനങ്ങളും ലഭ്യമാക്കാനുള്ള നടപടിയാണ് സാധാരണ സ്വീകരിക്കുന്നത്. കാരണം ഒരു നിഷേധ നിലപാടില്ലല്ലോ, തുറന്ന മനസ്സല്ലേ. വേണ്ടി വന്നാൽ വ്യാപാരികളുമായി വീണ്ടും ചർച്ച ചെയ്യാമെന്നും മന്ത്രി വ്യക്തമാക്കി. CITU നേതാവും മുൻമന്ത്രിയുമായ TP രാമകൃഷ്ണൻ മന്ത്രിയെ പരിഹസിച്ച് രംഗത്തെത്തി. എല്ലാം പരിഹരിച്ചു എന്ന ഭക്ഷ്യമന്ത്രിയുടെ പ്രസ്താവന പത്രത്തിൽ കണ്ടെന്നും എങ്കിൽ പിന്നെ നടപ്പിലാക്കിയാൽ പോരെ എന്നും TP രാമകൃഷ്ണൻ ചോദിച്ചു. ഇപ്പോൾ ചർച്ച ചെയ്ത് ധാരണയിലെത്തി എന്ന് ഗവൺമെൻറ് ഒരു ഭാഗത്ത് പറയുന്നുണ്ട്. ഞാൻ ബഹുമാനപ്പെട്ട സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞ ദിവസം പത്രത്തിൽ വരികയുണ്ടായി. അത് വായിച്ചപ്പോൾ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാക്കി. അത് അവരെ നടപ്പിലാക്കിയാൽ മതിയല്ലോ. ശനി ഞായർ ദിവസങ്ങളിൽ റേഷൻ കട അവധിയായിരുന്നു. അടുത്ത 2 ദിവസം സമരം കൂടിയാകുന്നതോടെ തുടർച്ചയായി 4 ദിവസം സംസ്ഥാനത്ത് റേഷൻ വിതരണം മുടങ്ങും. 24 തിരുവനന്തപുരം. അതേസമയം സംസ്ഥാനത്ത് ജലജീവൻ മിഷൻ താറുമാറായെന്ന് പ്രതിപക്ഷം. ടാപ്പ് തുറന്നാൽ കാറ്റിന്റെ ഒച്ച പോലും കേൾക്കാനില്ലെന്നാണ് പരിഹാസം. എല്ലാ വീടുകളിലും ശുദ്ധജലം എത്തിക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ മറുപടി നൽകി. റോഡ് പൊളിക്കാതെ പദ്ധതി നടപ്പാക്കാനാകില്ലെന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. ജലജീവൻ മിഷൻ താളം തെറ്റിയെന്നാരോപിച്ചാണ്
പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടിയത്. സർക്കാരിന്റെ അനാസ്ഥയും പിടിപ്പുകേടും കാരണം പദ്ധതി അട്ടിമറിക്കപ്പെട്ടതായി അവതരണാനുമതി തേടിയ അനൂപ് ജേക്കബ് ആരോപിച്ചു. പദ്ധതികൾ വിപുലീകരിക്കാതെ നിങ്ങൾ 20 ലക്ഷം കണക്ഷൻസ് കൊടുക്കുമ്പോൾ എന്താണ് സാർ സംഭവിച്ചത്? വെള്ളം കിട്ടിക്കൊണ്ടിരിക്കുന്നവനും വെള്ളം ഇല്ലാണ്ടായി, കണക്ഷൻ കിട്ടിയവർക്കും വെള്ളമില്ലാത്ത അവസ്ഥയായി. 6 ലക്ഷം പുതിയ കണക്ഷൻസ് കിട്ടിയവർക്ക് പൈപ്പ് തുറന്നാൽ കാറ്റിന്റെ ഒച്ച പോലും അതിൽ കൂടെ കേൾക്കാൻ പറ്റാത്ത അവസ്ഥയാണ് സാർ ഇന്ന് കേരളത്തിലുള്ളത്. കേന്ദ്ര ഫണ്ട് ലാപ്സായിട്ടില്ലെന്നായിരുന്നു മന്ത്രി റോഷി അഗസ്റ്റിന്റെ മറുപടി. റോഡ് വെട്ടിപ്പൊളിക്കാതെ പദ്ധതി നടപ്പാക്കാൻ കഴിയില്ല. 51,000 കിലോമീറ്റർ റോഡുകളുടെ പണി പൂർത്തിയായിട്ടുണ്ട്. പദ്ധതി വഴി എല്ലാ വീടുകളിലും ശുദ്ധജലം എത്തിക്കും. നമ്മളെ സംബന്ധിച്ച് നമുക്ക് 23.5% നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ. അത് 54% മാത്രമല്ല, പുതിയ വെള്ളം കൊടുക്കേണ്ട പദ്ധതികൾ ഓൺഗോയിങ് നിൽക്കുകയാണ്. അത് നടപ്പിലാക്കി കഴിയുമ്പോഴാണ് പൂർണ്ണതോതിലേക്ക് എത്താൻ കഴിയുന്നത്. വരുന്ന 1.5 വർഷക്കാലം കൊണ്ട് നല്ല നിലയിൽ പുരോഗതി പ്രാപിക്കാൻ കഴിയും. അതുകൊണ്ട് എല്ലാവരും ഇക്കാര്യത്തിൽ സഹകരിക്കാൻ ആവശ്യം. 44,715 കോടിയുടെ പദ്ധതി കാലാവധി പൂർത്തിയായപ്പോൾ 4/1 തുക പോലും ചെലവാക്കിയില്ലെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. കൃത്യമായ സർവേ നടത്തുകയോ എസ്റ്റിമേറ്റ് തയ്യാറാക്കുകയോ ചെയ്തില്ല. കണക്ഷൻ പൂർത്തിയാകുമ്പോൾ നിലവിൽ ലഭിക്കുന്നവർക്കും കുടിവെള്ളം ലഭ്യമല്ലാതാകുമെന്നും വി ഡി സതീശൻ. നോർമൽ കോഴ്സിലുള്ള പ്രോജക്റ്റുകൾ ഒന്നും നടപ്പാക്കാതെ നിൽക്കുമ്പോൾ എക്സിസ്റ്റിംഗ് പ്രോജക്റ്റുകൾ തന്നെ ഓഗ്മെന്റേഷൻ വേണം എന്നാവശ്യപ്പെടുന്ന ഈ ഘട്ടത്തിൽ നിലവിലുള്ള പ്രോജക്റ്റിൽ നിന്ന് വെള്ളം എടുത്തു കൊടുക്കുകയും പുതിയ സോഴ്സ് ഉണ്ടാകാതിരിക്കുകയും ചെയ്ത് കേരളത്തിലെ ശുദ്ധജല വിതരണ സംവിധാനം മുഴുവൻ പാളിപ്പോകുന്ന അപകടകരമായ സ്ഥിതിയിലേക്ക് പോവുകയാണ്. മന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. 24 തിരുവനന്തപുരം. അബൂബക്കർ ഇബ്രാഹിം പറയുന്നു, എൻ്റെ വീട്ടിലും പൈപ്പ് ലൈൻ ഉണ്ട്, എല്ലാ മാസവും വാടക അടയ്ക്കുന്നു, ഒരു തുള്ളി വെള്ളം വരുന്നില്ല എന്ന് പറയുകയാണ്. അപ്പോൾ പ്രതിപക്ഷ ആരോപണം ശരിയാണെന്നൊരു പ്രേക്ഷകൻ കമന്റ് ബോക്സിൽ പറയുകയാണ്. രാഹുൽ ഗാന്ധി വീണ്ടും മണിപ്പൂരിൽ. ലോക്സഭാ പ്രതിപക്ഷ നേതാവായ ശേഷം ആദ്യമായാണ് കലാപബാധിത മേഖലകളിലെത്തിയത്. ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തും. അസമിലെ പ്രളയ ദുരിതാശ്വാസ ക്യാമ്പുകളും രാഹുൽ സന്ദർശിച്ചു. രാഹുൽ ഗാന്ധിയുടേത് ദുരന്ത ഭൂമിയിലെ വിനോദയാത്ര എന്ന് BJP പരിഹസിച്ചു. അസമിൽ പ്രളയക്കെടുതിയിൽ ജീവിതം ദുരിതത്തിലായവരെയും മണിപ്പൂർ കലാപത്തിൽ ഉള്ളുലയുന്നവരെയും രാഹുൽ നേരിൽ കണ്ടു. രാവിലെ അസം താലൈ ദുരിതാശ്വാസ ക്യാമ്പിൽ സന്ദർശനം നടത്തി. പ്രളയക്കെടുതിയിൽ അസമിൽ വിവിധ ജില്ലകളിലായി 21 ലക്ഷം ആളുകളാണ് ദുരിതമനുഭവിക്കുന്നത്. മണിപ്പൂരിൽ ജിരിബാമിലാണ് രാഹുലിന്റെ ആദ്യ സന്ദർശനം. കലാപങ്ങൾ ഇനിയും കെട്ടടങ്ങാത്ത ചുരാചന്ദ്പൂരിലെയും മൊയ്റാങ്ങിലെയും ക്യാമ്പുകൾ സന്ദർശിക്കും. 2 വിഭാഗങ്ങളിലെ നേതാക്കളുമായും ഗവർണറുമായും കൂടിക്കാഴ്ച നടത്തും. നേരത്തെ 2 തവണ രാഹുൽ ഗാന്ധി മണിപ്പൂർ സന്ദർശിച്ചിരുന്നു. പാർലമെന്റിലെ പ്രസംഗത്തിലും രാഹുൽ മണിപ്പൂർ വിഷയം ഉന്നയിച്ചു. പിന്നാലെയാണ് സന്ദർശനം. രാഹുൽ ഗാന്ധിയുടെ സന്ദർശനത്തെ വിമർശിച്ച് BJP രംഗത്തെത്തി. ദുരിതമേഖലയിലേക്കുള്ള വിനോദസഞ്ചാര യാത്രയാണ് രാഹുലിന്റേതെന്നായിരുന്നു BJP നേതാവ് അമിത് മാളവിയുടെ വിമർശനം. അതേസമയം ലോക്സഭയിലെ ഹിന്ദു പരാമർശത്തിൽ ശങ്കരാചാര്യ അവിമുക്തേശ്വര ആനന്ദ രാഹുൽ ഗാന്ധിയെ പിന്തുണച്ചു. वो तो कह रहे हैं कि हिंदू धर्म में हिंसा का स्थान ही नहीं है. तो जब वो साफ कह रहे हैं कि हिंदू धर्म में स्थान नहीं है, तो फिर उनके ऊपर ये आरोप लगाना कि उन्होंने हिंदू धर्म के विपरीत कोई बात कही है, उनके आधे वक्तव्य को अंश को निकाल करके और उसको फैला करके, ये हम समझते हैं कि अपराध है, दुष्प्रचार है और ऐसा करने वाले को दंडित किया जाना चाहिए. രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം മുഴുവനും കേട്ടെന്നും അതിലൊരിടത്തും ഹിന്ദുവിരുദ്ധ പരാമർശമില്ലെന്നും അവിമുക്തേശ്വരാനന്ദ വ്യക്തമാക്കി. 24 ഡൽഹി. ജേക്കബ് ചോദിക്കുകയാണ്, ഹാഷ്മി, യാക്കോബായ ഓർത്തഡോക്സ് പ്രശ്നപരിഹാരത്തിന് ബഹുമാനപ്പെട്ട സർക്കാർ നിയമനിർമ്മാണം കൊണ്ടുവരുമെന്ന കാര്യം എന്തായി എന്ന് ചോദിക്കുകയാണ്. ഇതായി യാക്കോബായ ഓർത്തഡോക്സ് പള്ളിത്തർക്കത്തിൽ പോലീസിനെ വിമർശിക്കുകയാണ് ഹൈക്കോടതി. കോടതി വിധി നടപ്പാക്കാൻ കഴിയില്ലേ എന്നാണ് ചോദ്യം. പോലീസിന് കൃത്യമായ ഒരു ആക്ഷൻ പ്ലാൻ വേണം. വിധി നടപ്പാക്കാൻ ഒരവസരം കൂടി തരാം എന്നും ഹൈക്കോടതി പറഞ്ഞു. കേസ് ഈ മാസം 25 മാറ്റി. പള്ളി ഓർത്തഡോക്സ് വിഭാഗത്തിന് കൈമാറണമെന്ന സുപ്രീം കോടതി വിധി നടപ്പാക്കാത്തതിലാണ് ഹൈക്കോടതിയുടെ വിമർശനം. എല്ലാ തവണയും പള്ളിയുടെ വാതുക്കൽ പോയി തിരികെ വരുന്നത് ശരിയാണോ എന്ന് കോടതി ചോദിച്ചു. കൃത്യമായ കർമ്മ പദ്ധതി തയ്യാറാക്കാനും നിർദ്ദേശം. കഴിഞ്ഞ ദിവസങ്ങളിൽ പള്ളി ഏറ്റെടുക്കാൻ നടത്തിയ ശ്രമങ്ങൾ സർക്കാർ കോടതിയെ അറിയിച്ചു. പ്രത്യേക കർമ്മ പദ്ധതി തയ്യാറാക്കുന്നുണ്ടെന്നും വ്യക്തമാക്കി. വിധി നടപ്പിലാക്കാൻ ഒരവസരം കൂടി തരാമെന്ന് പറഞ്ഞ ഹൈക്കോടതി ഹർജി പരിഗണിക്കുന്നത് ഈ മാസം 25 മാറ്റി. പള്ളിക്ക് മുന്നിൽ പ്രതിഷേധമുയർത്തുന്നവരുടെ പട്ടിക സമർപ്പിക്കാൻ കഴിഞ്ഞ ദിവസം കോടതി നിർദ്ദേശിച്ചിരുന്നു. 24 കൊച്ചി. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പിടിച്ചെടുത്ത രേഖകൾ ക്രൈംബ്രാഞ്ചിന് കൈമാറണമെന്ന് ഹൈക്കോടതി.
രേഖകൾ ആവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് കെ ബാബുവിന്റെ ഉത്തരവ്. ക്രൈംബ്രാഞ്ച് ചീഫ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർക്ക് രേഖകൾ കൈമാറാനാണ് നിർദ്ദേശം. 2 മാസത്തിനുള്ളിൽ രേഖകളിന്മേലുള്ള പരിശോധന പൂർത്തിയാക്കാൻ ക്രൈംബ്രാഞ്ചിനും കോടതി നിർദ്ദേശം നൽകി. മുൻപ് ഇതേ ആവശ്യം ഉന്നയിച്ച് ക്രൈംബ്രാഞ്ച് PMLA കോടതിയിൽ നൽകിയ ഹർജി തള്ളിയിരുന്നതാണ്. ചില ഉദ്യോഗസ്ഥർ പോലീസ് സേനയുടെ ശോഭ കെടുത്തുകയാണെന്ന് മുഖ്യമന്ത്രി. അത്തരക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിച്ചിട്ടുണ്ട്. പല ഘട്ടങ്ങളിലായി 108 പോലീസുകാരെ പിരിച്ചുവിട്ടെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. സേനയിലെ വനിതാ പ്രാതിനിധ്യം 15% ഉയർത്തുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. സർ, ബിയും സിയും ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇത്തരം സംഭവങ്ങളിൽ ഉൾപ്പെടുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കർശന അച്ചടക്ക നടപടികളും നിയമ നടപടികളും സ്വീകരിച്ചു വരുന്നുണ്ട്. 2016 മുതൽ 2024 മെയ് 31 വരെ ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടതിൻ്റെ പേരിൽ 108 പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടിട്ടുണ്ട്. അഴിമതി, നിയമവിരുദ്ധ പ്രവർത്തനം, മാഫിയ ബന്ധം എന്നിങ്ങനെ ആരോപണ വിധേയമായ ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരുന്നുണ്ട്. ക്രിമിനൽ ബന്ധങ്ങളുണ്ടെന്ന് കണ്ടെത്തിയാൽ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന മുന്നറിയിപ്പ് എല്ലാ പോലീസ് ഉദ്യോഗസ്ഥർക്കും നൽകിയിട്ടുണ്ട്. കോഴിക്കോട് തിരുവമ്പാടി KSCB ഓഫീസ് ആക്രമണത്തിൽ ജീവനക്കാരുടെ പ്രതിഷേധം. കൃത്യമായ ഗൂഢാലോചനയാണ് ആക്രമണം നടത്തിയതെന്ന ആരോപണം. ജീവനക്കാർക്കെതിരെ കേസെടുത്ത പോലീസ് അക്രമിക്കൊപ്പമെന്നും തൊഴിലാളി യൂണിയൻ നേതാക്കൾ പറയുകയാണ്. വൈദ്യബന്ധം വിച്ഛേദിച്ചതിനെതിരെ റസാക്കും കുടുംബവും ഉപഭോക്തൃ കോടതിയെ സമീപിക്കും. തിരുവമ്പാടി ടൗണിൽ പ്രകടനം നടത്തിയായിരുന്നു ജീവനക്കാരുടെ പ്രതിഷേധം. സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധത്തിന് പിന്നാലെ വിശദീകരണ യോഗം. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ സംഭവങ്ങളിൽ KSCBക്ക് തെറ്റുപറ്റിയിട്ടില്ലെന്ന് KSCB വർക്കേഴ്സ് അസോസിയേഷൻ CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് PK പ്രമോദ്. ആക്രമണത്തിന് പിന്നിൽ കൃത്യമായ ആസൂത്രണമുണ്ടായി. ജീവനക്കാർക്കെതിരെ കള്ളക്കേസ് എടുത്തതിന് പിന്നിൽ പോലീസും വീട്ടുകാരും തമ്മിലുള്ള ബന്ധമെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി. ഈ പോയ മർദ്ദനത്തിന് വിധേയരായ നമ്മുടെ ലൈൻമെന്റെയും സഹായിയുടെയും പേരിൽ ഇവർ കേസ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത്. ആ കേസ് വരാൻ ഒരു ചാൻസും ഇല്ല. കാരണം ഇദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോകുന്നില്ല. ഇദ്ദേഹത്തിൻ്റെ പോസ്റ്റ് എവിടെയാണോ അവിടെ കാര്യമായിട്ടാണ് ഡിസ്കണക്ട് ചെയ്യുന്നത്. അവസാനം ചെയ്യുന്ന പണിയാണ് ഞങ്ങളത്. അവസാനമേ ചെയ്യൂ. ഈ പറഞ്ഞ ഫോൺ വിളി, അതുപോലെ തന്നെ നേരിട്ട് പോയി പറയൽ, അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പോസ്റ്റിൽ കയറി കട്ട് ചെയ്തത്. അപ്പോൾ അവരായിട്ട് സംസാരിക്കേണ്ട വിഷയം അവിടെ വരുന്നില്ല. ജീവനക്കാരെ ആക്രമിച്ചപ്പോൾ ഒരു സന്ദേശം നൽകാൻ മാത്രമാണ് വീട്ടിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചെന്ന ന്യായീകരണവും തൊഴിലാളി നേതാക്കളിൽ നിന്നുണ്ടായി. ജീവനക്കാർക്ക് സംരക്ഷണം നൽകാൻ ജനപ്രതിനിധികൾ തയ്യാറാകണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. 24 കോഴിക്കോട്. പ്രേക്ഷകൻ പറയുകയാണ് KSCB ഫ്യൂസ് ഊരിയിരുന്നില്ലെങ്കിൽ അവർക്ക് കേസുമായി സുഖമായി മുന്നോട്ട് പോകാമായിരുന്നു. ഇപ്പോൾ വീട്ടുകാരും നല്ല വകുപ്പുകൾ ചേർത്ത് കേസുമായി പോകുന്നു എന്ന് പറയുകയാണ്. ഫീസ് തരാനുള്ള അധികാരം ഇല്ല എന്നുള്ളതാണ് ആ കേസിൽ പ്രധാനമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അതേസമയം മർദ്ദനമടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായ അന്വേഷണം നടക്കുകയും വേണം. ഒരു വാർത്ത, പോലീസിന് ഗുണ്ടാ നേതാവിന് ഭീഷണി എന്നുള്ളതാണ്. തൃശൂർ ഈസ്റ്റ് സ്റ്റേഷനും കമ്മീഷണർ ഓഫീസും ബോംബ് വെച്ച് തകർക്കും എന്നുള്ളതാണ് ഒരു ഗുണ്ടയുടെ ഫോൺ ഭീഷണി. ഫോൺ വന്നത് തൃശൂർ വെസ്റ്റ് സ്റ്റേഷനിലേക്കാണ്. അതായത് ഇന്നലെ തേക്കിൻകാട് മൈതാനത്തിൽ നിന്ന് പിടികൂടി വിട്ടയച്ച ഗുണ്ടയാണ് ഫോൺ. ഗുണ്ട വിളിച്ച് ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലോട്ടാണ്. പക്ഷേ നമ്പർ തെറ്റി കോളെത്തിയത് വെസ്റ്റിലെന്ന് മാത്രം. നോക്കാം ആ വാർത്ത എന്താണെന്നുള്ളത്. തിരുവനന്തപുരം മുതലപ്പുഴയിൽ വീണ്ടും ബോട്ട് മറിഞ്ഞ അപകടം. കടലിൽ വീണ 11 മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തി. കനത്ത മഴയിൽ തൃശൂർ, പാലക്കാട്, കോഴിക്കോട് ജില്ലകളിൽ നാശമുണ്ട്. തെക്കൻ ജില്ലകളിലും വടക്കൻ ജില്ലകളിലും ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത എന്നാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നത്. 12 മണിക്കൂറിനിടെ മുതലപ്പുഴയിലെ രണ്ടാമത്തെ അപകടം. മത്സ്യബന്ധനത്തിന് പോയ വലിയ വള്ളമാണ് അപകടത്തിൽപ്പെട്ടത്. കടലിൽ വീണ 11 മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തി ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. ഇന്നലെ രാത്രിയും മുതലപ്പുഴയിൽ വള്ളം മറിഞ്ഞ അപകടമുണ്ടായിരുന്നു. തൃശൂർ അരിമ്പൂരിൽ കനത്ത മഴയിൽ പുലർച്ചെ റോഡിന് കുറുകെ വീണ് കിടന്ന തെങ്ങിൽ ബൈക്കിടിച്ച് ബൈക്ക് യാത്രക്കാരന് ഗുരുതര പരിക്കേറ്റു. അരിമ്പൂർ കൈപ്പള്ളി സ്വദേശി വലിയപുരയ്ക്കൽ വീട്ടിൽ നിജിനാണ് പരിക്കേറ്റത്. പാലക്കാട് കിഴക്കഞ്ചേരിയിൽ മരം വീണ് വീട് തകർന്നു. കോഴിക്കോട് കൊളത്തറയിൽ വീടിന് മുകളിൽ മണ്ണിടിഞ്ഞു വീണു. സംസ്ഥാനത്ത് ഇന്നുകൂടി മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. 24 തിരുവനന്തപുരം. ഉത്തരേന്ത്യയിൽ മഴക്കെടുതി രൂക്ഷം. അസമിലെ പ്രളയത്തിൽ മരണസംഖ്യ 65 ഉയർന്നു. ബീഹാറിൽ ഇടിമിന്നലേറ്റ് 12 പേർ കൂടി മരിച്ചു. മുംബൈയിൽ ട്രെയിൻ വ്യോമഗതാഗതം തടസ്സപ്പെട്ടു. പ്രളയക്കെടുതി രൂക്ഷമായ അസമിൽ 24 മണിക്കൂറിനിടെ 3 കുട്ടികളടക്കം 8 പേർ കൂടി മരിച്ചു.
ഇതോടെ 3 ആഴ്ചയായി തുടരുന്ന പ്രളയത്തിൽ ആകെ മരണം 66ആയി. 22 ലക്ഷം ജനങ്ങളെയാണ് കെടുതികൾ ബാധിച്ചത്. ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ ശക്തമായ മഴയ്ക്കും മണ്ണിടിച്ചിലും സാധ്യതയുള്ളതിനാൽ ജാഗ്രതാ മുന്നറിയിപ്പുണ്ട്. UP, ബീഹാർ എന്നീ സംസ്ഥാനങ്ങളിലും ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ജമ്മു കാശ്മീരിലെ പൂഞ്ചിലുണ്ടായ മണ്ണിടിച്ചിലിൽ റോഡ് ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെട്ടു. ബീഹാറിൽ കഴിഞ്ഞ 10 ദിവസത്തിനുള്ളിൽ 40-ലേറെ പേർക്കാണ് ഇടിമിന്നലേറ്റ് ജീവൻ നഷ്ടമായത്. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 4 ലക്ഷം രൂപ സഹായധനം പ്രഖ്യാപിച്ചു. മുംബൈയിൽ രാത്രി പെയ്ത തീവ്രമഴയിൽ പലയിടത്തും വെള്ളക്കെട്ടുണ്ടായി. മധ്യ റെയിൽവേയുടെ സബർബൻ സർവീസുകൾ രാവിലെ തടസ്സപ്പെട്ടു. നിരവധി വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടു. മുംബൈ കോർപ്പറേഷൻ പരിധിയിൽ സ്കൂളുകൾക്കും ഓഫീസുകൾക്കും അവധിയാണ്. ഗോവയിൽ ഇന്നും റെഡ് അലർട്ടാണ്. മോപ്പയിൽ പ്രളയ സമാന സാഹചര്യവും. മോപ്പ വിമാനത്താവളത്തിൽ വെള്ളം കയറി. പാലി വെള്ളച്ചാട്ടത്തിനടുത്ത് കുടുങ്ങിയ 80-ലേറെ വിനോദസഞ്ചാരികളെ ഇന്നലെ രക്ഷപ്പെടുത്തി. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 മുംബൈ. തിരുവനന്തപുരം തുമ്പയിലെ ബോംബേറിന് പിന്നിൽ ഗുണ്ടാ കുടിപ്പകയെന്ന് പോലീസ്. ബോംബെറിഞ്ഞത് ഗുണ്ടാ നേതാവ് സുനിലും സംഘവുമാണ്. ആക്രമണത്തിൽ പരിക്കേറ്റ അഖിൽ 2020-ൽ സുനിലിന് നേരെ ബോംബെറിഞ്ഞ ആളാണെന്നും പോലീസ് FIR-ൽ വ്യക്തമാക്കുന്നു. ഗുണ്ടാത്തലവൻ സുനിലും മറ്റു 3 പേരും ചേർന്നാണ് ഇന്നലെ തുമ്പ നെഹ്റു കോളേജ് ജംഗ്ഷനിൽ വെച്ച് അഖിലിന് നേരെ ബോംബെറിഞ്ഞതെന്നാണ് FIR. ബോംബേറിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന അഖിലും സംഘവും 2022-ൽ മേനംകുളത്ത് വെച്ച സുനിലിന് നേരെ നാടൻ ബോംബെറിഞ്ഞിരുന്നു. അന്ന് സുനിലിനും സുഹൃത്തിനും സാരമായി പരിക്കേറ്റു. ഇതിന്റെ വൈരാഗ്യമാണ് ഇന്നലത്തെ ആക്രമണത്തിന് പിന്നിലെന്നും FIR-ൽ പറയുന്നു. കേസുമായി ബന്ധപ്പെട്ട ഒരാളെ പോലീസ് ഇന്നലെ അറസ്റ്റ് ചെയ്തു. കഴക്കൂട്ടം സ്വദേശിയും നിരവധി കേസുകളിലെ പ്രതിയുമായ ഷെബിയെയാണ് അറസ്റ്റ് ചെയ്തത്. പോലീസ് നടത്തിയ തെരച്ചിലിൽ അക്രമികളെത്തിയ 3 സ്കൂട്ടറും 3 നാടൻ ബോംബുകളും കണ്ടെടുത്തു. ഗുണ്ടാത്തലവൻ സുനിലിനും സംഘത്തിനും വേണ്ടി തെരച്ചിൽ ശക്തമാക്കിയതായി തുമ്പ പോലീസ് അറിയിച്ചു. 24 തിരുവനന്തപുരം. ആലപ്പുഴ മാന്നാർ കൊലപാതകത്തിൽ പ്രതികളുടെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. കസ്റ്റഡി കാലാവധി നീട്ടി നൽകണമെന്നാവശ്യപ്പെട്ട് അന്വേഷണ സംഘം ചെങ്ങന്നൂർ കോടതിയിൽ അപേക്ഷ നൽകും. 1-ാം പ്രതിയായ അനിൽകുമാർ ഇസ്രയേലിൽ നിന്ന് നാട്ടിലെത്തിയതിനു ശേഷം തെളിവെടുപ്പ് നടത്താൽ മതി എന്ന തീരുമാനത്തിലാണ് അന്വേഷണ സംഘം. 15 വർഷങ്ങൾക്ക് ശേഷം പുറത്തു വന്ന കൊലപാതക കേസിൽ തെളിവ് ശേഖരണമാണ് അന്വേഷണ സംഘം നേരിടുന്ന പ്രധാന വെല്ലുവിളി. കേസിന്റെ ആദ്യഘട്ടത്തിൽ കണ്ടെത്തിയ കാര്യങ്ങൾക്കപ്പുറത്ത് പുതിയതായി ഒരു തെളിവും കണ്ടെത്താൻ അന്വേഷണ സംഘത്തിനാകുന്നില്ല. കസ്റ്റഡി കാലയളവിൽ 3 പ്രതികളെയും 3 പോലീസ് സ്റ്റേഷനുകളിലായാണ് കൂടുതൽ സമയം ചോദ്യം ചെയ്തത്. എന്നാൽ പ്രതികളുടെ മൊഴികളിലെ വൈരുദ്ധ്യം പോലീസിനെ വലയ്ക്കുകയാണ്. 6 ദിവസം പ്രതികളെ കസ്റ്റഡിയിൽ ലഭിച്ചിട്ടും പോലീസിന് തെളിവെടുപ്പടക്കമുള്ള ഘട്ടങ്ങളിലേക്ക് കടക്കാനായില്ല. പുതിയ നിയമത്തിന്റെ സാധ്യത ഉപയോഗിച്ച് എത്രയും വേഗം 1-ാം പ്രതിയും കൊലപാതകത്തിന്റെ സൂത്രധാരനുമായ അനിൽകുമാറിനെ നാട്ടിലെത്തിക്കാനുള്ള നീക്കത്തിലാണ് പോലീസ്. ഇതിനായി പ്രതിയുടെ അറസ്റ്റ് വാറണ്ട് വിവരങ്ങൾ ഇന്റർപോളിന്റെ നോഡൽ ഏജൻസിയായ CBIക്ക് കൈമാറിയിട്ടുണ്ട്. 1-ാം പ്രതി അനിൽകുമാറിനെയും മറ്റുള്ള പ്രതികളെയും ഒന്നിച്ച് ചോദ്യം ചെയ്താൽ മാത്രമേ കേസിലെ മറ്റു നിഗൂഢതകളുടെ ചുരുളഴിയുകയുള്ളൂ. കസ്റ്റഡി കാലാവധി പൂർത്തിയാകുന്ന ഇന്ന് അന്വേഷണ സംഘം കസ്റ്റഡി അപേക്ഷ ഇന്ന് വീണ്ടും കോടതിയിൽ നൽകിയേക്കും. അതേസമയം പ്രതിഭാഗത്തിന്റെ ജാമ്യ അപേക്ഷയും ചെങ്ങന്നൂർ കോടതി ഇന്ന് പരിഗണിച്ചേക്കും. 24 ആലപ്പുഴ. ഇടതുപക്ഷത്തിന്റെ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ CPIM PB അംഗം MA ബേബി തുറന്ന വിമർശനവുമായി രംഗത്ത് എന്ന് 24 വാർത്ത നൽകിയിരുന്നു. പച്ചക്കുതിര മാസികയിൽ MA ബേബി എഴുതിയ ലേഖനത്തിൽ പോരായ്മകൾ തിരുത്തണം എന്നതാണ് ഉണ്ടായിരുന്നത്. വാർത്തയിൽ പരാമർശിച്ച മറ്റു വിമർശനങ്ങൾ അതേ പ്രസിദ്ധീകരണത്തിൽ K ബാലകൃഷ്ണൻ എഴുതിയ ലേഖനത്തിലെ ഭാഗങ്ങളാണ്. പിഴവ് സംഭവിച്ചതിൽ നിർവ്യാജം ഖേദിക്കുകയാണ്. വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ആദ്യ മദർഷിപ്പ് എത്തുമ്പോൾ വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രവർത്തനത്തിന് കരുത്തുകൂട്ടാൻ 2 സുപ്രധാന പദ്ധതികളുണ്ട്. വിഴിഞ്ഞത്തെ റെയിൽവേയുമായി ബന്ധിപ്പിക്കുന്ന തുരങ്കപാതയും വിഴിഞ്ഞം മുതൽ നാവായിക്കുളം വരെയുള്ള റിംഗ് റോഡും. പദ്ധതികളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായെങ്കിലും സ്ഥലമേറ്റെടുക്കൽ അടക്കമുള്ള നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാനാണ് സർക്കാർ ശ്രമം. വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുന്നതിനൊപ്പം നടപ്പിലാകാനൊരുങ്ങുന്ന മറ്റൊരു വലിയ വികസന പദ്ധതി വിഴിഞ്ഞം ബാലരാമപുരം റെയിൽപാത. 99% ഭൂമിക്കടിയിൽ നിർമ്മിക്കുന്ന തുരങ്കപാത. 10.76 കിലോമീറ്റർ റെയിൽപാതയിൽ 9.5 കിലോമീറ്റർ ഭൂമിക്കടിയിലൂടെയുള്ള തുരങ്കപാതയാണ് 1400 കോടി രൂപ ചിലവിലുള്ള പദ്ധതിയുടെ നിർമ്മാണ ചുമതല കൊങ്കൺ റെയിൽവേ കോർപ്പറേഷന്. തുറമുഖത്തെ ബാലരാമപുരം റെയിൽവേ സ്റ്റേഷനുമായാണ് ബന്ധിപ്പിക്കുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ കണ്ടെയ്നർ യാർഡ് കൂടി നിർമ്മിക്കുന്നതോടെ ചരക്ക് നീക്കം സുഗമവും അതിവേഗവുമാകും. നിലവിൽ പാരിസ്ഥിതിക സാമൂഹികാഘാത പഠനങ്ങൾ കഴിഞ്ഞു. കേന്ദ്ര റെയിൽവേയുടെ അംഗീകാരവും ലഭിച്ചു. സ്ഥലമേറ്റെടുപ്പ് നടപടികളാണ് പുരോഗമിക്കുന്നത്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക രംഗത്ത് വൻ കുതിപ്പുണ്ടാക്കാനൊരുങ്ങുന്ന മറ്റൊരു പദ്ധതി കൂടി വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുന്നതിന് തൊട്ടു പിന്നാലെ എത്തും. വിഴിഞ്ഞം നാവായിക്കുളം റിംഗ് റോഡ്.
നഗരത്തിലെ തിരക്കൊഴിവാക്കി കണ്ടെയ്നർ നീക്കം സുഗമമാക്കും റിംഗ് റോഡ് പദ്ധതി. റോഡിലൂടെയുള്ള ചരക്കു നീക്കം ഗതാഗത തടസ്സങ്ങളില്ലാതെ നടക്കുക എന്നതാണ് റിംഗ് റോഡ് നിർമ്മാണത്തിന്റെ പ്രധാന ലക്ഷ്യം. മാത്രമല്ല, പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ റോഡിനിരുവശവും വൻ നിക്ഷേപങ്ങളുണ്ടാകും. ഇത് സംസ്ഥാന സർക്കാരിന് വൻ സാമ്പത്തിക നേട്ടമുണ്ടാക്കും. ഭൂമി ഏറ്റെടുക്കുന്നതിന്റെ പകുതി ചിലവും സർവീസ് റോഡ് നിർമ്മാണവും സംസ്ഥാന സർക്കാർ വഹിക്കണമെന്നാണ് ഹൈവേ അതോറിറ്റിയുടെ ആവശ്യം. ഇതാണ് റോഡ് നിർമ്മാണം വൈകാൻ കാരണം. എന്നാൽ 2 വർഷത്തിനുള്ളിൽ റിംഗ് റോഡ് നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് സർക്കാർ വ്യക്തമാക്കുന്നു. ചരക്കു നീക്കം സുഗമമാക്കുന്നതിനൊപ്പം വിഴിഞ്ഞത്തെ റെയിൽ തുരങ്കപാതയും ഔട്ടർ റിംഗ് റോഡും സമ്മാനിക്കാൻ പോകുന്നത് വൻ വ്യാവസായിക തൊഴിൽ സാധ്യതകളാണ്. 2 പദ്ധതികളും ഉടനടി നടപ്പിലാക്കാനുള്ള തിരക്കിട്ട നടപടികളിലാണ് സർക്കാർ. അഖിൽ ഷാ അൻസാർ, 24 തിരുവനന്തപുരം. കൊച്ചി ഇടപ്പള്ളിയിൽ ട്രെയിനിന് മുകളിൽ കയറിയ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു. മരിച്ച 17 വയസ്സുകാരൻ ആന്റണി ജോസിനൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്തുക്കളെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. അപകടത്തിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ചയില്ല എന്നാണ് റെയിൽവേയുടെ പ്രാഥമിക റിപ്പോർട്ട്. 27,000 വാട്ട്സ് വൈദ്യുതി പ്രവഹിക്കുന്ന ഓവർഹെഡ് ലൈനിൽ തല തട്ടിയാണ് ആന്റണി ജോസിന് വൈദ്യുതാഘാതമേൽക്കുന്നത്. ട്രാക്ക് മുറിച്ചു കടക്കാതെ ട്രെയിനിന് മുകളിലൂടെ മറുവശത്തെത്താനുള്ള സാഹസിക ശ്രമമാണ് അപകടത്തിനിടയാക്കിയത്. 85% മുകളിൽ പൊള്ളലേറ്റ ആന്റണി രാത്രിയോടെയാണ് മരിച്ചത്. പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കളെ മൊഴിയെടുക്കാൻ വിളിപ്പിച്ചെങ്കിലും ആരും എത്തിയില്ല. ഇവർ ഒളിവിലാണെന്നാണ് പോലീസ് പറയുന്നത്. വിദ്യാർത്ഥി ട്രെയിനിന് മുകളിൽ കയറിയ സംഭവത്തിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ചയില്ലെന്നാണ് റെയിൽവേയുടെ പ്രാഥമിക റിപ്പോർട്ട്. അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ റെയിൽവേ ലൈനുകളിൽ സുരക്ഷ വർദ്ധിപ്പിക്കുമെന്നും റെയിൽവേ അറിയിച്ചു. 24 കൊച്ചി. പഞ്ചാബിലെ ഗുരുദാസ്പൂരിൽ ജലവിതരണത്തെ ചൊല്ലി സംഘർഷം. വെടിവെപ്പിൽ 4 പേർ കൊല്ലപ്പെട്ടു, 8 പേർക്കാണ് പരിക്ക്. പോലീസിന് നേരെയും ആക്രമണമുണ്ടായി. ഗുരുദാസ്പൂരിലെ ശ്രീ ഹർഗോവിന്ദ്പൂരിൽ ജലസേചന വകുപ്പിന്റെ കനാൽ വഴിയുള്ള വെള്ളവിതരണവുമായി ബന്ധപ്പെട്ട തർക്കത്തിലാണ് 4 പേർ വെടിയേറ്റു മരിച്ചത്. വിദ്വാൻ, മൂർ എന്നീ അയൽഗ്രാമങ്ങളിലെ 2 സംഘങ്ങൾ തമ്മിലാണ് തോക്കുകളും മാരകായുധങ്ങളുമായി ഏറ്റുമുട്ടലുണ്ടായത്. അംഗ്രജ് സിംഗിന്റെയും ടാർസം സിംഗിന്റെയും സംഘങ്ങൾ തമ്മിലുള്ള മുൻവൈരാഗ്യമാണ് രൂക്ഷമായ ഏറ്റുമുട്ടലിലേക്ക് വഴിവെച്ചതെന്ന് ബട്ടാല സീനിയർ പോലീസ് സൂപ്രണ്ട് അശ്വിനി ഗോത്യാൽ അറിയിച്ചു. സംഭവസ്ഥലത്തിന് സമീപം പോലീസ് പട്രോളിംഗ് സംഘമുണ്ടായിരുന്നുവെന്നും വിവരമറിഞ്ഞ് 2 മിനിറ്റിനുള്ളിൽ എത്തിയെന്നും സ്റ്റേഷൻ ഹൌസ് ഓഫീസറുടെ വാഹനത്തിന് നേരെയും വെടിവയ്പുണ്ടായതായും പോലീസ് വ്യക്തമാക്കി. വിദ്വാൻ ഗ്രാമത്തിൽ നിന്നുള്ള ബൽജിത് സിംഗ്, ഷംഷേർ സിംഗ്, മുർ നിവാസികളായ ബൽരാജ് സിംഗ്, നിർമ്മൽ സിംഗ് എന്നിവരാണ് മരിച്ചത്. പരുക്കേറ്റ 8 പേരെ അമൃത്സറിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങി. 24 ഡൽഹി. മഴ മുന്നറിയിപ്പിൽ മാറ്റമുണ്ട്. അതിശക്തമായ മഴയ്ക്കാണ് സാധ്യത. 2 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുണ്ട്. 5 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്കാണ് ഓറഞ്ച് അലർട്ട്. എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ്. അപ്പോൾ മഴ മാറിയിട്ടില്ല. ലൈഫ് ഭവന പദ്ധതിയിലടക്കം ലക്ഷങ്ങളുടെ സാമ്പത്തിക ക്രമക്കേട് നടത്തിയ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറെ സർവീസിൽ നിന്ന് പുറത്താക്കി. പാലക്കാട് നാഗലശ്ശേരി പഞ്ചായത്തിലെ വിഇഒ ടി യു അമൽരാജിനെതിരെയാണ് നടപടി. 2018-2022 കാലയളവിലെ പദ്ധതി നിർവഹണത്തിലെ ക്രമക്കേട് പ്രകാരം പലിശയടക്കം 45,62,513 രൂപയാണ് ഇയാൾ സർക്കാരിലേക്ക് തിരിച്ചടക്കേണ്ടത്. നാഗലശ്ശേരി ലൈഫ് പദ്ധതിയിൽ വീട് അനുവദിച്ച തെക്കേ വാവനൂരിലുള്ള ഗുണഭോക്താവിന്റെ അക്കൗണ്ടിലേക്ക് 60,000 രൂപ അധികമായി ലഭിച്ചു. ഈ തുക പണമായി തിരിച്ചേൽപ്പിക്കണമെന്ന് പഞ്ചായത്തിൽ നിന്ന് ഫോൺ മുഖേന അറിയിപ്പ് കിട്ടി. ഗുണഭോക്താവ് ബ്ലോക്ക് പഞ്ചായത്ത് വകുപ്പ് മേധാവിക്ക് പരാതി അയച്ചതോടെയാണ് തദ്ദേശ വകുപ്പിന്റെ വിവിധ ഏജൻസികൾ അന്വേഷണം തുടങ്ങിയത്. PMKSY പദ്ധതിയിലൂടെ നബാർഡ് വികസന പദ്ധതിയിൽ 2,60,240 രൂപ ഉപഭോക്തൃ വിഹിതത്തിൽ നിന്ന് വ്യാജ രസീതുകൾ ഉപയോഗിച്ച് തിരിമറി നടത്തിയതായും കണ്ടെത്തിയിട്ടുണ്ട്. ഉദ്യോഗസ്ഥന് അഴിമതി നടത്താൻ ഒത്താശ ചെയ്ത പഞ്ചായത്ത് ഭരണസമിതിയുടെ പങ്കും അന്വേഷിക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ഈ ഒരു ഒറ്റ ഉദ്യോഗസ്ഥൻ മാത്രം നടത്തിയ ഒരു അഴിമതിയായിട്ടല്ല കോൺഗ്രസ് കമ്മിറ്റി ഇതിനെ കാണുന്നത്. ഇത്തരത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥന് അഴിമതി നടത്താനുള്ള എല്ലാവിധ ലൈസൻസും നടത്തി കൊടുത്ത് എല്ലാ തരത്തിലുള്ള അഴിമതിക്കുള്ള ചുക്കാൻ പിടിക്കുന്ന സമീപനം സ്വീകരിച്ചതിൽ നാഗലശ്ശേരി പഞ്ചായത്തിലെ ഭരണകക്ഷിക്കും ഭരണാധികാരികൾക്കും വളരെ വലിയ പങ്കുണ്ട്. ഇയാൾ മുൻപ് സേവനം ചെയ്ത പാറക്കടവ് ബ്ലോക്ക് പഞ്ചായത്തിൽ സാമ്പത്തിക ക്രമക്കേട് നടത്തിയതിനും പടിയൂർ ഗ്രാമപഞ്ചായത്തിൽ കൈക്കൂലി ആവശ്യപ്പെട്ടതിനും നടപടി നേരിട്ടിട്ടുണ്ട്. വിഇഒക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് CPI, കോൺഗ്രസ്, BJP തുടങ്ങിയ കക്ഷികൾ സമരം നടത്തിയിരുന്നു. CPM ആണ് നിലവിൽ പഞ്ചായത്ത് ഭരിക്കുന്നത്. 24 പാലക്കാട്. സംസ്ഥാന സെക്രട്ടറി ഒരു തരത്തിലുള്ള തെറ്റായ പ്രവണതയെയും ഈ പാർട്ടി വെച്ച് പൂരിപ്പിക്കുന്ന പ്രശ്നമില്ല. അല്ലാതെ അത് വേറെ പാർട്ടികളെ നോക്കിയാൽ മതി കേട്ടോ. ഏത് പത്ര മാതൃഭൂമിയാകും. നിങ്ങൾക്ക് പിന്നെ വേറെ വാർത്ത ഉണ്ടാക്കുമല്ലോ, നിങ്ങൾ ഉണ്ടായിക്കോ.
കേട്ടോ. പക്ഷെ അതുകൊണ്ട് പാർട്ടിയുടെ മുതിർന്ന നേതാക്കളായിട്ടുള്ള എം.എ. ബേബി അതോടൊപ്പം തന്നെ തോമസ് ഐസക്കൊക്കെ ഈ പാർട്ടിയുടെ തോൽവിയെ സംബന്ധിച്ചൊക്കെ വിമർശനങ്ങൾ, അതായത് പാർട്ടിക്കുള്ളിൽ പറയേണ്ട വിമർശനങ്ങളാണ് പുറത്ത്. അല്ല, ഞങ്ങൾ പാർട്ടി ഉള്ളിൽ പറയേണ്ടത് ഉള്ളിൽ പറയും, പുറത്ത് പറയേണ്ടത് പുറത്തും പറയും. അല്ല, അവർ പറയുന്നത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഉള്ളിൽ പറയേണ്ടത് ഉള്ളിൽ പറയും, പുറത്ത് പറയേണ്ടത് പുറത്തും പറയും. പാർട്ടി സെൻട്രൽ കമ്മിറ്റി തന്നെ അവരെ കൃത്യമായിട്ടുള്ള രേഖ പുറത്ത് വിട്ടിരിക്കുകയാണ്. നിങ്ങൾ വെറുതെ വേറെ വർത്താൻ പറ്റുന്നതായിരുന്നു. നേതാക്കൾ തന്നെ ഇങ്ങനെ പറയുന്നതുകൊണ്ടാണ്. അതല്ല ഞാൻ പറഞ്ഞത്, മുതിർന്ന നേതാക്കൾക്ക് ഈ നടന്ന ചർച്ചയെല്ലാം അടിസ്ഥാനപ്പെടുത്തി എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്ന് പത്രക്കാരോട് പറയുന്നതിൽ യാതൊരു പ്രയാസമില്ല, ഒരു കുഴപ്പമില്ല. അത് നിങ്ങൾ ഇങ്ങനെ കുഴപ്പമുണ്ടെന്ന് അറിയിച്ച് അതല്ല ഞാൻ പറയും. സെൻട്രൽ കമ്മിറ്റി റിപ്പോർട്ട് പരസ്യപ്പെടുത്തിയല്ലോ, പിന്നെ അതിനപ്പുറം എന്താ പറയേണ്ട കാര്യം? ബി.ജെ.പിക്ക് ഏറ്റവും അധികം വളർച്ച ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ സ്ഥലം ആലപ്പുഴയാണ്. പ്രത്യേകിച്ച് കായംകുളത്ത് വലിയൊരു മുന്നേറ്റം അവർ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സംഭവങ്ങളെ സംബന്ധിച്ച് അതെല്ലാം പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിച്ച് ഞങ്ങൾ അതിശക്തിയായിട്ട് കായംകുളം ഉൾപ്പെടെയുള്ള ആലപ്പുഴയിലാകെ മുന്നോട്ടേക്ക് വരും. അവരൊക്കെ ഒന്നും പോയിട്ടില്ല. ചില ആൾ പോയിട്ടുണ്ടാവും, അത് നമുക്ക് തിരിച്ചുകൊണ്ടുവരും. പിന്നെന്താ പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കോഴിക്കോട്ടെ ആ സംഭവത്തിലടക്കം അതേ പ്രതികരണം നടത്തുമായിരുന്നു. എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ നൽകുന്ന സമയത്ത് അറിയാനും കഴിയും. തൃശ്ശൂരിൽ പോലീസിന് ഗുണ്ടാ നേതാവിൻ്റെ ഭീഷണി. തൃശ്ശൂർ ഈസ്റ്റ് സ്റ്റേഷനും കമ്മീഷണർ ഓഫീസും ബോംബ് വെച്ച് തകർക്കും എന്നാണ് ഭീഷണി. സൂരജ് സജി വിവരങ്ങളുമായി തൃശ്ശൂരിൽ. സൂരജ്, എന്താണ് ഗുണ്ടയുടെ പ്രകോപനത്തിന്റെ കാരണം? ഹാഷ്മി, തീക്കാറ്റ് സാജൻ എന്ന ഗുണ്ടാ നേതാവിന്റെ പേരിലാണ് ഇത്തരത്തിൽ ഒരു ഭീഷണി സന്ദേശം എത്തിയത് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനും അതുപോലെ തന്നെ ഈ കമ്മീഷണർ ഓഫീസും ബോംബ് വെച്ച് തകർക്കും എന്നുള്ളതാണ് ഗുണ്ടാ നേതാവിന്റെ ഭീഷണി. ഇന്നലെ ഈ തീക്കാറ്റ് സാജൻ പിറന്നാൾ ആഘോഷിക്കുന്നതിന് വേണ്ടി ആവേശമോഹൻ പാർട്ടി തേക്കൻകാട് മൈതാനിയിൽ ശ്രമം നടത്തിയിരുന്നു. അത് പോലീസിന് വിവരം ലഭിക്കുകയും പോലീസ് അവിടെ എത്തി അവിടെ ഉണ്ടായിരുന്ന ആളുകളെ മുഴുവൻ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇതോടുകൂടിയാണ് ആ കൂടെ തന്നെ ഈ സാജനെയും പോലീസ് അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് ലഭിക്കുന്നത്. ഇതിൽ പ്രകോപിതരായിക്കൊണ്ടാണ് ഈ വിളിച്ച് ഭീഷണിപ്പെടുത്തിയതെന്ന് പറയുന്നു. ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ എന്ന് കരുതി, പക്ഷേ ഈ ഗുണ്ടാ നേതാവ് വിളിച്ചത് വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്കായിരുന്നു. എന്തായാലും ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കാശ് ഓക്കെ, ചെറിയ ഭീഷണി ഒന്നുമല്ല, ബോംബ് വെച്ച് അങ്ങ് തകർത്ത് കളയും എന്നുള്ളതാണ് ഭീഷണി. പക്ഷേ ഗുണ്ടാ നേതാവിന് പോലീസ് സ്റ്റേഷൻ മാറിപ്പോയി. നമ്പർ എടുത്തപ്പോഴത്തേക്ക് അത് ഈസ്റ്റിന് വിളിക്കേണ്ടത് വെസ്റ്റിലോട്ട് വിളിച്ചു എന്ന പ്രശ്നമേ ഉള്ളൂ. എന്തായാലും ഗുണ്ടാ നേതാവിനെ തേടി, എന്താ തീക്കാറ്റ് സാജു അങ്ങനത്തോണ്ട് പേര്, അപ്പോൾ ആ ഗുണ്ടാ നേതാവിനെ തേടി പോലീസ് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ വരുന്നൊരു വാർത്ത, കൊട്ടാരക്കര കോട്ടത്തലയിൽ വാഹനാപകടം, ഒരാൾ മരിച്ചു എന്നുള്ളതാണ്. SFI നേതാവ് അനഘയാണ് മരിച്ചത്. അനഘ ഓടിച്ചിരുന്ന സ്കൂട്ടർ ബൈക്കിൻ്റെ പിന്നിലിടിച്ചാണ് അപകടമുണ്ടായത് എന്ന വാർത്ത കൂടി ഇപ്പോൾ വരുന്നുണ്ട്. തൃശ്ശൂരിൽ ഗുണ്ടാ തലവന്റെ പിറന്നാളിന് ആവേശം സിനിമാ മോഡൽ ആഘോഷം ഒരുക്കിയ 32 പേർ പിടിയിൽ. ഇതിൽ 18 പേർ പ്രായപൂർത്തിയാകാത്തവരാണ്. തീക്കാറ്റ് സാജൻ എന്ന ഗുണ്ടയുടെ ബർത്ത്ഡേ പാർട്ടിക്കാണ് ഇവർ ഒത്തുചേർന്നത്. ഇൻസ്റ്റാഗ്രാമിൽ തീക്കാറ്റ് സാജന്റെ റീലുകൾ കണ്ട് ആകൃഷ്ടരായവരാണ് പാർട്ടിക്ക് എത്തിയത്. നേരത്തെ തൃശ്ശൂർ കുറ്റൂർ പാടശേഖരത്തിന് നടുവിൽ മറ്റൊരു ഗുണ്ടയുടെ നേതൃത്വത്തിൽ ആവേശ മോഡൽ പാർട്ടി നടത്തിയത് ഏറെ വിവാദമായിരുന്നു. ഈ തീക്കാറ്റ് സാജു അല്ലേ ആ സ്റ്റേഷനിൽ വിളിച്ച് ബോംബ് ഭീഷണി മുഴക്കിയത് എന്നൊരു സംശയം. അത് ഈ തീക്കാറ്റ് സാജു തന്നെയാണ് എന്ന് പറഞ്ഞാൽ അയാൾ പുറത്തിറങ്ങിയതിനാണ് പാർട്ടി. അതിൽ 10-18 പേർ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ എന്നൊക്കെ പറഞ്ഞാൽ എന്ത് കഷ്ടമാണ്. എങ്ങനെയാണ് ഈ തീക്കാറ്റ് സാജുവിനെ പോലെയുള്ളവർ ഇവരെ ഇങ്ങനെ ഉത്തേജിതരാക്കുന്നുള്ളത് മനസ്സിലാവുന്നില്ല. ആലുവ എടയപ്പുറത്ത് 8 വയസ്സുകാരെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ പ്രതി ക്രിസ്ത്യൻ രാജിൻ്റെ വിചാരണ ഇന്ന് ആരംഭിക്കും. പെരുമ്പാവൂർ അതിവേഗ പോക്സോ കോടതിയാണ് വിചാരണ. 2023 സെപ്റ്റംബർ 7-നായിരുന്നു സംഭവം. അർദ്ധരാത്രി വീട് കുത്തി തുറന്നതിന് ശേഷം അമ്മയുടെ ഒപ്പം ഉറങ്ങിക്കിടക്കുകയായിരുന്ന 8 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി 500 മീറ്റർ അകലെയുള്ള പാടത്തെ മോട്ടോർ ഷെഡിലെത്തിച്ച് പീഡിപ്പിച്ച കേസിലാണ് വിചാരണ നടപടികൾ ഇന്ന് ആരംഭിക്കുന്നത്. ഒന്നാം പ്രതി പാറശാല സ്വദേശി ക്രിസ്റ്റൽ രാജിനെ വിചാരണയ്ക്കായി ഇന്ന് പെരുമ്പാവൂർ ഫാസ്റ്റ് ട്രാക്ക് പോക്സോ കോടതിയിലെത്തിക്കും. പ്രതിക്ക് കുട്ടിയുടെ വീടുൾപ്പെടെ കാണിച്ചു നൽകുകയും കൃത്യത്തിന് ശേഷം പ്രതിയെ വീട്ടിൽ ഒളിപ്പിക്കാൻ ശ്രമിക്കുകയും കുട്ടിയുടെ വീട്ടിൽ നിന്ന് മോഷ്ടിച്ച മൊബൈൽ ഫോണുകൾ ഉൾപ്പെടെ വാങ്ങി കൈവശം വെച്ച കുറ്റങ്ങൾക്ക് പ്രതിയുടെ സുഹൃത്തായ മൊസ്താക്കിൻ മൊല്ലയും കേസിൽ പ്രതിയാണ്. 650 പേജുകളുള്ള കുറ്റപത്രം 74 ദിവസങ്ങൾ കൊണ്ടാണ് ആലുവ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ചത്. പ്രതികൾക്കെതിരെ IPC 450, 363, 366, 376, 376A, B, 380 തുടങ്ങി 14 വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. പോക്സോ നിയമത്തിലെ വിവിധ വകുപ്പുകൾ പ്രകാരവും പ്രതികൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ആലുവ ഡിവൈഎസ്പി A പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചത്. നിലവിൽ 2 പ്രതികളും വിയ്യൂർ സെൻട്രൽ ജയിലിൽ കഴിയുകയാണ്. അതിവേഗ കോടതിയിൽ വിചാരണ പൂർത്തിയാക്കി പ്രതികൾക്ക് പരമാവധി ശിക്ഷ വാങ്ങി നൽകാനാണ് പ്രോസിക്യൂഷന്റെ നീക്കം. S. ശ്യാംകുമാർ, 24, കൊച്ചി.
മലപ്പുറം എടക്കരയിൽ ക്രൂരമർദ്ദനമേറ്റ് ഭിന്നശേഷിക്കാരനെതിരെ പോക്സോ കേസ്. ഇലക്ട്രിക് സ്കൂട്ടർ ചാർജ് ചെയ്യാൻ റോഡരികിലെ വീട്ടിലേക്ക് കയറി ചെന്ന എടക്കര സ്വദേശി ജിബിൻ പെൺകുട്ടിയെ കയറി പിടിച്ചുവെന്നാണ് പരാതി. ജിബിനെ മർദ്ദിച്ച വീട്ടുകാർക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഭിന്നശേഷിക്കാരനായ ജിബിന് 24 വയസ്സുണ്ട്. ചുങ്കത്തറ മദർ ബെറോനിക്ക സ്പെഷ്യൽ സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ശനിയാഴ്ച സ്കൂളിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ഇലക്ട്രിക് സ്കൂട്ടറിന്റെ ചാർജ് തീർന്നു. ചാർജ് ചെയ്യാനായി വഴിയിൽ കണ്ട വീട്ടിൽ കയറി. ജിബിന്റെ പെരുമാറ്റം കണ്ട വീട്ടുകാർ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെന്ന് തെറ്റിദ്ധരിച്ചാണ് ക്രൂരമായി മർദ്ദിച്ചത്. സംഭവത്തിൽ വീട്ടുകാർക്കെതിരെ പോലീസ് കേസെടുത്തു. ഇതിനു പിന്നാലെയാണ് വീട്ടുകാർ ജിബിനെതിരെ പരാതി നൽകിയത്. ജിബിൻ വീട്ടിലെ പെൺകുട്ടിയെ കയറി പിടിച്ചെന്നാണ് പരാതി. ഇത് പ്രകാരമാണ് പോലീസ് പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തത്. 24 മലപ്പുറം. ആശാവി പറയുകയാണ്, ഇപ്പോഴത്തെ കുട്ടികൾ വീട്ടിൽ നിന്ന് പഠിക്കാനാണെന്ന് പറഞ്ഞു പോകുന്നത് ഗുണ്ടായിസം പഠിക്കാനാണോ? എപ്പോഴത്തെ കുട്ടികളുടെ അവസ്ഥ പിന്നെ അച്ഛന്മാരുടെ സ്വപ്നങ്ങളും അല്ലേ എന്ന് പറയുകയാണ്. എല്ലാവരും അല്ലെങ്കിൽ കൂടിയും ചെറിയൊരു ശതമാനം അങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞാൽ കൃത്യമായി ജാഗ്രതയോടുകൂടി തന്നെ കുട്ടികൾ പുറത്തു പോകുമ്പോൾ നോക്കിയിരിക്കണം, വഴിക്കണ്ടുമായി കാത്തിരിക്കണം എന്ന കൃത്യമായ സൂചന തന്നെയാണ് നേരത്തെ തീക്കാറ്റ് സാജുവിൻ്റെ പിറന്നാളാഘോഷത്തിന് ഒത്തുകൂടിയ 18ഓളം പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ. വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. തിരുവനന്തപുരം വെങ്ങാനൂരിൽ കാറിനുള്ളിൽ കുടുങ്ങിയ 2.5 വയസ്സുകാരനെ ഫയർഫോഴ്സ് പുറത്തിറക്കി. വീട്ടിലെ പോർച്ചിൽ പാർക്ക് ചെയ്തിരുന്ന കാറിൽ താക്കോലുമായി കുട്ടി കയറിയതിന് പിന്നാലെ ഡോർ അങ്ങ് ലോക്കാവുകയായിരുന്നു. ഇന്ന് രാവിലെ 9:15 സംഭവം. വീട്ടിലെ കാർ പോർച്ചിൽ കിടന്ന കാറിനുള്ളിൽ കയറിയ കുട്ടി കളിക്കുന്നതിനിടയിൽ വാഹനത്തിൽ കുടുങ്ങുകയായിരുന്നു. വെങ്ങാനൂർ സ്വദേശി നന്ദുവിൻ്റെ 2.5 വയസ്സുകാരൻ മകൻ ആരവാണ് കാറിനുള്ളിലായത്. താക്കോൽ കുഞ്ഞിൻ്റെ കയ്യിലായതിനാൽ വീട്ടുകാർക്ക് ഡോർ തുറക്കാൻ കഴിഞ്ഞില്ല. വീട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് ഫയർഫോഴ്സ് സ്ഥലത്തെത്തി. വിഴിഞ്ഞം ഫയർ സ്റ്റേഷനിൽ നിന്നെത്തിയ സജീവ് കുമാർ, വിനോദ് കുമാർ, സന്തോഷ് കുമാർ, പ്രശാന്ത്, അനീഷ്, ഷിബു, രാജേഷ് എന്നിവരടങ്ങുന്ന സംഘമാണ് കുട്ടിയെ പുറത്തെടുത്തത്. 24 തിരുവനന്തപുരം. എല്ലാവരും സൂക്ഷിക്കേണ്ടതാണ്. കുഞ്ഞുങ്ങൾ വണ്ടിയുമായി അകത്ത് നിന്ന് കളിക്കുമ്പോൾ ഒക്കെ ഒരു കണ്ണെപ്പോഴും വേണം. അവനെന്തായാലും വലിയ പേടിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അവന് വലിയ പേടി ഉണ്ടായിട്ട് തോന്നുന്നില്ല. ഒരുപാട് ആളെ കണ്ടതിൻ്റെ ഒരു അങ്കലാപ്പ് ഒഴിച്ചു നിർത്തിയാൽ വണ്ടിക്കകത്ത് പെട്ടുപോയതിൻ്റെ പേടിയൊന്നും എന്തായാലും ആ കുഞ്ഞിനില്ല. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. 2 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. 5 ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. AV ജയശങ്കർ ചേരുന്നു. ജയശങ്കർ, നല്ല കട്ടമഴ പെയ്യുമെന്നാണല്ലോ 2 ദിവസം? അതായത് ആശ്മി, സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറത്തിറക്കിയ മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നത്. ഒരു ജാഗ്രതാ നിർദ്ദേശത്തിന്റെ ഭാഗമായാണ് ഈ മുന്നറിയിപ്പ്. 2 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഈ ഓറഞ്ച് അലർട്ട് ഉള്ളത്. ഒപ്പം തന്നെ 5 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് നിലവിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതായത് ഈ വടക്കൻ കേരളത്തിൽ വലിയ തോതിൽ ശക്തമായ മഴയുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നത്. തെക്കൻ കേരളത്തിലേക്ക് വലിയ മുന്നറിയിപ്പുകളൊന്നും നിലവിലില്ല. എന്തായാലും ഉച്ചയ്ക്ക് ശേഷം മറ്റും ശക്തമായ മഴ ലഭിക്കും. ഈ മുന്നറിയിപ്പുള്ള പശ്ചാത്തലത്തിൽ തന്നെ ആളുകൾ ജാഗ്രത പുലർത്തണമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ഈ സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട മഴ മുന്നറിയിപ്പ് മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് വലിയ ശക്തമായ മഴ പൊതുവിൽ ഉണ്ടാകില്ല. എന്തായാലും ഈ മഴ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ച ജില്ലകളിലുള്ള ആളുകൾ കൃത്യമായ ജാഗ്രത പുലർത്തണം. ജാഗ്രതാ നിർദ്ദേശത്തിന്റെ ഭാഗമായാണ് ഇത്തരം അലേർട്ടുകൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ആശ്മി. ഓക്കെ, AV ജയശങ്കറാണ്. ഒറ്റപ്പെട്ട ശക്തമായ മഴ, അതിൻ്റെ കാറ്റ് പോലുള്ള അനുബന്ധ കാര്യങ്ങൾ കൂടി ഉണ്ട് എന്ന് പ്രവചിക്കുകയാണ്. ഇടുക്കിയിലെ മറയൂർ, കാന്തല്ലൂർ മേഖലകളിലെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് ബസ് കൺസെഷൻ ലഭിക്കുന്നില്ലെന്ന് പരാതി. ദിവസേന 90 രൂപയിലധികം യാത്രയ്ക്കായി മുടക്കേണ്ട അവസ്ഥയിലാണ് അവിടുത്തെ കുട്ടികൾ. ദീർഘദൂര സ്വകാര്യ ബസ് സർവീസുകൾ നിർത്തിയതോടെ KSRTC ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളിൽ കൺസെഷൻ ഇല്ലാതെയാണ് വിദ്യാർത്ഥികളുടെ യാത്ര. പിന്നോക്ക മേഖലയിലുള്ള വിദ്യാർത്ഥികളെ പരിഗണിക്കാതെയാണ് KSRTCയുടെ ഓട്ടം. ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളിൽ കൺസെഷൻ ലഭിക്കുന്നില്ല. കൺസെഷൻ ലഭിക്കുന്ന ഓർഡിനറി ബസ്സുകൾ സ്കൂൾ സമയങ്ങളിൽ ഓടുന്നുമില്ല. മറയൂർ, കാന്തല്ലൂർ മേഖലയിൽ നിന്നായി വാഗുവര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 60-ലധികം കുട്ടികൾ പഠിക്കുന്നുണ്ട്. അവരിൽ പലരും ഇന്ന് സ്കൂളിലേക്ക് എത്തുന്നില്ല. ഒരു 45-48 പേരാണ് വരുന്നത്. അത് ഭയങ്കര പിന്നെ എല്ലാവരും പാവപ്പെട്ടവരുടെ മക്കളാണ് ഇവിടെ വരുന്നത്, ഇവിടെ പഠിക്കുന്നത്. അത് കാരണം ഈ KSRTC ബസ് ഒന്ന്
മാറ്റി കൊടുക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ഈ പൈസ ഇത്തരം വരത്തില്ല. ഈ പൈസ കാരണം പകുതി ദിവസം വരുന്നില്ല. ഒരു സ്വകാര്യ ബസ് സ്കൂൾ സമയത്ത് സർവീസ് നടത്തുന്നുണ്ട്. എന്നാൽ വാഗുവര സ്കൂളിലേക്ക് എത്തുന്ന 10% വിദ്യാർത്ഥികളെ പോലും ആ ബസ്സിൽ ഉൾക്കൊള്ളാൻ കഴിയില്ല. ST കിട്ടുന്നില്ല. മറയൂർ ടു വാഗുവര വരുമ്പം ഒരു ദിവസത്തേക്ക് 46 രൂപ 48 രൂപ ആവുന്നുണ്ട്. അതേ സംഗമത്തിൽ വരുവാണെങ്കിൽ ഇരിക്കാൻ പോലും സ്ഥലമില്ല. അതിനകത്ത് 20 രൂപയാണ്. ഭയങ്കര ബുദ്ധിമുട്ടുമാണ്. കാന്തല്ലൂർ പഞ്ചായത്തിൽ +1 സീറ്റ് ഇല്ലാത്തതിനാൽ ഇത്തവണ 70 പേരുടെ പഠനം മുടങ്ങിയിരുന്നു. 38 കിലോമീറ്റർ താണ്ടിയാണെങ്കിലും പഠിക്കാൻ അവസരം കിട്ടിയവർക്ക് കൃത്യമായ സ്കൂളിലെത്താൻ സർക്കാർ ഇടപെടണമെന്നാണ് ആവശ്യം. ദീർഘദൂര സർവീസ് നടത്തിയിരുന്ന സ്വകാര്യ ബസ്സുകൾ ഓട്ടം നിർത്തിയതോടുകൂടിയാണ് ഈ വിദ്യാർത്ഥികൾ വലിയ പ്രതിസന്ധിയിലേക്ക് പോയത്. KSRTC ബസ്സിൽ ST ലഭിക്കുകയാണെങ്കിൽ ആ പ്രതിസന്ധി ഒരു പരിധിവരെ മറികടക്കാനാകും. ഗതാഗത വകുപ്പ് മന്ത്രി ഈ വിഷയത്തിൽ ഇടപെടുമെന്ന പ്രതീക്ഷയിലാണ് ഈ വിദ്യാർത്ഥികൾ. അതീഷിനൊപ്പം രാഹുൽ വിജയൻ, 24 ഇടുക്കി. കോട്ടയത്ത് സ്വകാര്യ ബസ്സിലെ കണ്ടക്ടർക്ക് ക്രൂരമർദ്ദനം. യൂണിഫോമും കൺസെഷൻ കാർഡും ഇല്ലാത്തത് ചോദ്യം ചെയ്ത പാക്കിൽ സ്വദേശി പ്രദീപ് കുമാറിനാണ് മർദ്ദനമേറ്റത്. സംഭവത്തിൽ ചിങ്ങവനം പോലീസ് കേസെടുത്തു. വിദ്യാർത്ഥിനിയോട് മോശമായി സംസാരിച്ചുവെന്ന പരാതിയിൽ കണ്ടക്ടർക്കെതിരെ പോക്സോ കേസും എടുത്തിട്ടുണ്ട്. മാളിയേക്കൽ കടവ് കോട്ടയം റൂട്ടിലോടുന്ന ബസ്സിലെ കണ്ടക്ടറാണ് പ്രദീപ് കുമാർ. കഴിഞ്ഞ ദിവസം ബസ്സിൽ കയറിയ വിദ്യാർത്ഥിനിയോട് യൂണിഫോമോ ID കാർഡോ ഇല്ലാതെ വരും ദിവസങ്ങളിൽ കൺസെഷൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞു. ഇതേ തുടർന്നാണ് വിദ്യാർത്ഥിനിയുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും ചേർന്ന് ബസ് തടഞ്ഞു നിർത്തി മർദ്ദിച്ചതെന്നാണ് പരാതി. ഇവർ കയറി വന്നണോ നീ ആണ്ട കണ്ടക്ടർ എന്ന് ചോദിച്ചിട്ട് എനിക്കിട്ട് കണ്ണവാൻ അടിക്കുമായിരുന്നു. അടിച്ചപ്പോൾ എൻ്റെ കുഞ്ഞ് കയറി പിടിക്കാൻ ചെന്നപ്പോൾ അവനിട്ടും അടിച്ചതെന്ന് വെച്ചാൽ അവൻ്റെ കൊറനായ്ക്ക് പിടിച്ച് കമ്പിയോട് ചേർത്തങ്ങ് വെച്ചു. അവർ അടിയെല്ലാം കഴിഞ്ഞിട്ട് ഇവർ ഇറങ്ങിയപ്പോൾ ഒരുത്തൻ ഓടി ഒരു ഹെൽമെറ്റുമായിട്ട് ഓടി കൊണ്ടുവന്ന് ഫുട്ബോളിലോട്ട് ചാടിയിട്ട് വെളിയിൽ നിന്ന് ഒറ്റ അടിയായിരുന്നു. തലയ്ക്ക് പരിക്കേറ്റ പ്രദീപ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. ഇയാളുടെ പരാതിയിൽ ചിങ്ങവനം പോലീസ് കേസെടുക്കുകയും ചെയ്തു. അതേസമയം വിദ്യാർത്ഥിനിയോട് വളരെ മോശമായി കണ്ടക്ടർ സംസാരിച്ചുവെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ഇതാണ് പ്രകോപനത്തിന് കാരണമായത്. +1 പ്രവേശനം അടുത്തിടെ ലഭിച്ച കുട്ടിക്ക് യൂണിഫോമും ID കാർഡും ലഭിച്ചിരുന്നില്ലെന്നും ബന്ധുക്കൾ പറഞ്ഞു. പെൺകുട്ടിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ചിങ്ങവനം പോലീസ് പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 24 കോട്ടയം. പരിശീലനത്തിലെത്തിയ കുട്ടികളെ പീഡിപ്പിച്ചു എന്ന കേസിൽ KCA ക്രിക്കറ്റ് കോച്ചിന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. 6 പോക്സോ കേസുകളിൽ പ്രതിയാണ് മനു. 2 ആഴ്ചയ്ക്കുള്ളിൽ മുഴുവൻ കേസുകളിലും കുറ്റപത്രം സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ് പോലീസ്. മനുഷ്യാവകാശ കമ്മീഷൻ കൂടി റിപ്പോർട്ട് തേടിയതോടെ വിഷയത്തിൽ പ്രതിരോധത്തിലാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ. പരിശീലനത്തിനെത്തിയ വിദ്യാർത്ഥികളെ പീഡിപ്പിച്ചെന്ന പരാതിയിലാണ് KCA കോച്ച് മനുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. പരിശീലനത്തിന്റെ ഭാഗമായാണ് കുട്ടികളുമായി അടുത്തിടപഴകിയത് എന്നാണ് മനുവിന്റെ മൊഴി. 6 പോക്സോ കേസുകളിലും ഉടൻ കുറ്റപത്രം സമർപ്പിക്കും. പീഡനക്കേസിൽ കോച്ച് പ്രതിയായ സാഹചര്യം വിശദീകരിക്കണമെന്നാവശ്യപ്പെട്ട മനുഷ്യാവകാശ കമ്മീഷൻ KCAക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. കേരള ക്രിക്കറ്റ് അസോസിയേഷനും ഇതോടെ പ്രതിരോധത്തിലായി. 10 വർഷത്തിലധികമായി ഇയാൾ KCAയിൽ എങ്ങനെ കോച്ചായി തുടരുന്നു എന്ന് വിശദീകരിക്കുക KCAക്ക് പ്രയാസമാകും. അസോസിയേഷനും ഉത്തരവാദികളെന്നാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ നിരീക്ഷണം. ഇന്നോ നാളെയോ KCA ഔദ്യോഗിക വിശദീകരണം നൽകുമെന്നാണ് സൂചന. കുട്ടികളെ പരിശീലനത്തിന്റെ പേരിൽ പീഡിപ്പിക്കുകയും നഗ്നചിത്രങ്ങൾ പകർത്തുകയും ചെയ്തു എന്നതാണ് ഇയാൾക്കെതിരെയുള്ള കേസ്. 24 തിരുവനന്തപുരം. തൃപ്പൂണിത്തുറ തെരഞ്ഞെടുപ്പ് കേസിൽ MLA K ബാബുവിന് സുപ്രീം കോടതി നോട്ടീസ്. K ബാബുവിന്റെ വിജയം ശരിവെച്ച ഹൈക്കോടതി വിധിക്കെതിരെ എതിർ സ്ഥാനാർത്ഥി M സ്വരാജ് നൽകിയ ഹർജിയിലാണ് നടപടി. വിവരങ്ങളുമായി രാധാകൃഷ്ണൻ. RK, സ്വാഭാവിക നിയമ നടപടിക്രമം കാണണോ, അതിനപ്പുറം അതുണ്ടോ നോട്ടീസ്? RK. തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് കേസുകളിൽ സുപ്രീം കോടതി സ്വീകരിക്കുന്ന നടപടികളുടെ ആദ്യ ഘട്ടമാണ് നോട്ടീസ് അയക്കുക എന്നുള്ളത്. നൽകിയിരിക്കുന്ന ഹർജിക്ക് സ്വരാജ് നൽകിയ ഹർജി ഫയലിൽ സ്വീകരിച്ചുകൊണ്ടാണ് സുപ്രീം കോടതിയുടെ നടപടി ഉണ്ടായിരിക്കുന്നത്. ഹൈക്കോടതി ഉന്നയിച്ച അല്ലെങ്കിൽ ഈ കേസ് സ്വരാജ് നൽകിയ കേസ് തള്ളാനായിട്ട് പറഞ്ഞിരിക്കുന്ന കാരണങ്ങൾ, ആ കാരണങ്ങൾ നിയമപരമായി നിലനിൽക്കുന്നതല്ല എന്നാണ് സ്വരാജ് സുപ്രീം കോടതിയിൽ വാദിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സുപ്രീം കോടതി ഈ കേസിൽ നോട്ടീസ് K ബാബുവിന് അയച്ചിരിക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മറുപടി 4 ആഴ്ചയ്ക്കുള്ളിൽ അറിയിക്കണം. അതിനുശേഷം സുപ്രീം കോടതി കേസ് വീണ്ടും പരിഗണിക്കും. ആ ഘട്ടത്തിലായിരിക്കും അടുത്ത അന്തിമഘട്ട വിചാരണ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സുപ്രീം കോടതി ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. ആർക്കെയാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്? 6 ആഴ്ചക്കുള്ളിലാണ് സുപ്രീം കോടതിയുടെ പ്രാഥമിക നടപടി എന്നുള്ള നിലയ്ക്ക് ആദ്യം നോട്ടീസ് അയക്കുകയാണ്.
ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ നിയമസഭയിൽ വിശ്വാസം തെളിയിച്ചു. ഇന്ന് ചേർന്ന ഒരു ദിവസത്തെ പ്രത്യേക സമ്മേളനത്തിൽ ഹേമന്ത് സോറൻ അവതരിപ്പിച്ച വിശ്വാസ പ്രമേയത്തിന് അനുകൂലമായി 45 പേർ വോട്ട് ചെയ്തു. പ്രമേയത്തെ ആരും എതിർത്തില്ല. ND അംഗങ്ങൾ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ 5 അംഗങ്ങൾ രാജിവെച്ചതോടെ 81 അംഗ നിയമസഭയിൽ നിലവിൽ 76 അംഗങ്ങളുണ്ട്. വിശ്വാസ വോട്ടെടുപ്പ് പൂർത്തിയായ സാഹചര്യത്തിൽ ഉടൻ മന്ത്രിസഭാ വികസനം നടപ്പാക്കും. കള്ളപ്പണ കേസിൽ ED രജിസ്റ്റർ ചെയ്ത കേസിൽ 5 മാസത്തിന് ശേഷം ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ ഹേമന്ത് സോറൻ ജൂലൈ 4-നാണ് വീണ്ടും മുഖ്യമന്ത്രിയായി അധികാരമേറ്റത്. യുപിയിലെ ഹാത്രസിൽ തിക്കിലും തിരക്കിലും 121 പേർ മരിച്ച സംഭവത്തിൽ ദൃക്സാക്ഷികളുടെ മൊഴി രേഖപ്പെടുത്തി ജുഡീഷ്യൽ കമ്മീഷൻ. അപകട സ്ഥലത്തുണ്ടായിരുന്നവരുടെ മൊഴിയാണ് രേഖപ്പെടുത്തിയത്. ആൾദൈവം ഭോലെ ബാബ തന്റെ കാൽപാദം പതിഞ്ഞ മണ്ണെടുക്കാൻ ഭക്തരോട് ആവശ്യപ്പെട്ടിരുന്നതായി ദൃക്സാക്ഷികൾ മൊഴി നൽകി. തിക്കും തിരക്കുമുണ്ടായപ്പോൾ ഭോലെ ബാബ കടന്നുകളഞ്ഞതായും ദൃക്സാക്ഷികൾ മൊഴി നൽകി. കേസിലെ മുഖ്യപ്രതി ദേവ്പ്രകാശ് മധുക്കർ അടക്കം 7 പേരുടെ അറസ്റ്റാണ് അന്വേഷണ സംഘം രേഖപ്പെടുത്തിയത്. സംഭവത്തിൽ ഭോലെ ബാബയുടെ മൊഴി രേഖപ്പെടുത്താനും നീക്കമുണ്ട്. ജമ്മു കാശ്മീരിലെ രജൌരിയിൽ ഭീകരർക്കായി തെരച്ചിൽ. കുൽഗാമിലെ സൈനിക നടപടി അവസാനിപ്പിച്ചു. 6 ഭീകരരെ നേരത്തെ വധിച്ചു. കൂടുതൽ ഭീകരർ മേഖലയിലുണ്ട് എന്ന രഹസ്യാന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തെരച്ചിൽ തുടരുന്നത്. വ്യത്യസ്ത ആക്രമണങ്ങളിലായി 2 സൈനികർ വീരമൃത്യു വരിച്ച മേഖലകളിൽ NIA സംഘം ഇന്ന് പരിശോധന നടത്തുകയാണ്. കുൽഗാമിൽ ഭീകരർക്കായുള്ള സൈന്യത്തിന്റെ തെരച്ചിലിൽ ഒരു വീട്ടിൽ ഭീകരർ ഒളിച്ചിരിക്കാനായി നിർമ്മിച്ച ബങ്കർ കണ്ടെത്തി. വീട്ടിലെ അലമാരയ്ക്ക് പുറകിലായാണ് ഒളിത്താവളം പണിതിരുന്നത്. കഴിഞ്ഞ ദിവസം സൈന്യം വധിച്ച 4 ഭീകരരും ഇവിടെ താമസിച്ചിരുന്നതായാണ് റിപ്പോർട്ട്. ഭീകരർക്ക് താമസ സൗകര്യമൊരുക്കിയ പ്രാദേശിക ഇടപെടലും സൈന്യം പരിശോധിച്ചു വരികയാണ്. പ്രാദേശിക സഹായം ലഭിക്കാതെ ഭീകരർക്ക് താമസ സൗകര്യങ്ങൾ ലഭിക്കില്ല എന്നാണ് സേനയുടെ വിലയിരുത്തൽ. ഭീകരാക്രമണം നടന്ന 2 മേഖലകളിലും NIA സംഘം പരിശോധന നടത്തും. 24 മണിക്കൂർ നീണ്ടുനിന്ന കുൽഗാമിലെ സൈനിക നടപടിയാണ് ഇന്നലെ അവസാനിച്ചത്. നിയന്ത്രണ രേഖയിലടക്കമുള്ള സൈനിക വിന്യാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. രജൌരിയിൽ ഭീകരർക്കായുള്ള സൈന്യത്തിന്റെ തിരച്ചിൽ പുരോഗമിക്കുകയാണ്. കൂടുതൽ ഭീകരർ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നതായാണ് സൈന്യത്തിന് ലഭിച്ച രഹസ്യവിവരം. 24 ഡൽഹി. സെറിബ്രൽ മെനിഞ്ചൈറ്റിസ് രോഗബാധിതനായ 21-കാരനും കുടുംബവും ചികിത്സാ സഹായം തേടുകയാണ്. വൃക്ക തകരാറിലായ കോഴിക്കോട് ഒളവണ്ണ സ്വദേശി ഷിജുവിന്റെ കുടുംബമാണ് ദുരിത ജീവിതം നയിക്കുന്നത്. ചികിത്സയ്ക്കായി ലോൺ എടുത്ത തുക തിരിച്ചടയ്ക്കാതെ വന്നതോടെ ജപ്തി ഭീഷണിയിലാണ് ഷിജുവിന്റെ കുടുംബം. കോഴിക്കോട് ഒളവണ്ണ സ്വദേശിയായ ചേറോട്ടുകുന്ന് ഷീജുവും സ്നേഹലതയുമാണ് മകനായ 21-കാരൻ സ്നേഹാൻ കബിലിനായി സഹായം തേടുന്നത്. കുട്ടി ജനിച്ച് 7-ാം മാസത്തിലാണ് സെറിബ്രൽ മെനിഞ്ചൈറ്റിസ് രോഗമുണ്ടെന്ന് കണ്ടെത്തുന്നത്. തുടർന്ന് ബുദ്ധിയുടെ 50% വളർച്ചയും തകരാറിലായി. ശരീരത്തിന് ബലക്കുറവ് കൂടി ഉണ്ടായതോടെ മാതാപിതാക്കളുടെ സഹായമില്ലാതെ മുന്നോട്ടു പോകാൻ കഴിയാത്ത അവസ്ഥയിലാണ്. ഈ അസുഖം വന്നു കഴിഞ്ഞാൽ ശരീരത്തിൽ പല ഭാഗത്തും പല അസുഖങ്ങൾ എപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. 21 വർഷം പോലെയായി ഈ അസുഖം പിടിപെട്ട്. ഇപ്പം ഞാനും ഭാര്യയും കൂലിപ്പണി എടുത്തിട്ടാണ് ഈ മോനെ ഇത്രയും കാലം നോക്കിയത്. ചികിത്സയ്ക്കായി കാലിക്കറ്റ് അർബൻ കോർപ്പറേറ്റീവ് ബാങ്കിൽ നിന്നും വായ്പ എടുത്തു. തിരിച്ചടവ് മുടങ്ങിയതോടെ ജപ്തി നോട്ടീസ് നൽകി. ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടാണ് ഇപ്പം മകനെ ചികിത്സ. ഇപ്പോൾ ജപ്തി വന്ന് കിടക്കുകയാണ്. ഇനിയുള്ള ചികിത്സക്ക് എൻ്റെ അടുത്ത് സാമ്പത്തികമില്ല. വൃക്കരോഗം മൂലം ഷിജുവിന്റെ ഒരു വൃക്ക നീക്കം ചെയ്തു. ഇതോടെ ജോലിക്ക് പോകാനുമാകുന്നില്ല. സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്ന കുടുംബത്തിന് സുമനസുകളുടെ സഹായങ്ങളിലാണ് പ്രതീക്ഷ. 24 കോഴിക്കോട്. പ്രേക്ഷകർ പറയുകയാണ്, 2 വിധം കാർ തുറക്കാം. ഒന്ന് പാക്കിംഗ് ടേപ്പ് ഗ്ലാസ്സിലൊട്ടിച്ച് ഗ്ലാസ് തുറക്കാം. ബലൂൺ ഉപയോഗിച്ച് താക്കോലില്ലാതെ കാർ തുറക്കാം. അതെങ്ങനെയാണ് പരിപാടി? മൂന്നാറിൽ വീണ്ടും കടുവ ഇറങ്ങി. മാങ്കുളം വിരിവാറയ്ക്ക് സമീപം ലക്ഷ്മി എസ്റ്റേറ്റിലാണ് കടുവ എത്തിയത്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം എസ്റ്റേറ്റിലെത്തിയ കടുവയുടെ ദൃശ്യങ്ങൾ പകർത്തിയത് തോട്ടം തൊഴിലാളികളാണ്. പ്രദേശത്ത് കടുവയുടെ സാന്നിധ്യം സ്ഥിരമാണ് നാട്ടുകാർ പറയുന്നു. വളർത്തുമൃഗങ്ങളെ കടുവ ആക്രമിക്കുമോ എന്ന ആശങ്കയിലാണ് നാട്ടുകാർ. വനം വകുപ്പ് അടിയന്തര ഇടപെടൽ നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇനി കാൽപന്തോളം. കൊയ്റോൺ മാട്രസസ് യൂറോ കോപ്പ കാൽപന്തോളം സമർപ്പിക്കുന്നത് കൊയ്റോൺ മാട്രസസ്. സ്ലീപ് ബെറ്റർ, ലിവ് ബെറ്റർ. യൂറോ കപ്പിലും കൊപ്പ അമേരിക്കയിലും ഇനി സെമി ആവേശം. നാളെയാണ് യൂറോ കപ്പിലെ ആദ്യ സെമി. കൊപ്പ അമേരിക്ക സെമി മറ്റന്നാൾ നടക്കും. യൂറോയിലും കോപ്പയിലും ഇനി സെമി ഫൈനൽ ആവേശം. കാത്തിരിക്കുന്നത് പവർ പാക്ഡ് പോരാട്ടങ്ങൾ. യൂറോ കപ്പിന്റെ ആദ്യ സെമിയിൽ നാളെ രാത്രി 12:30 മുൻ ചാമ്പ്യന്മാരായ സ്പെയിനും ഫ്രാൻസും മുഖാമുഖം. ഇത്തവണത്തെ യൂറോയിൽ സമ്പൂർണ്ണ ജയമുള്ള ഏക ടീമായ സ്പെയിന്റെ ലക്ഷ്യം 4ാം കിരീടം. ക്വാർട്ടറിൽ ആതിഥേയരായ ജർമ്മനിയെ തോൽപ്പിച്ചതും സ്പാനിഷ് അർമാഡകൾക്ക് ആത്മവിശ്വാസം നൽകുന്നു. 2000-ന് ശേഷം ആദ്യ കിരീടമാണ് ഫ്രാൻസിന്റെ ലക്ഷ്യം. ലോകകപ്പുകളിൽ മിന്നും പ്രകടനം നടത്തുമ്പോഴും
യൂറോയിൽ കാലിടുകയായിരുന്നു ഫ്രാൻസിന്. പോർച്ചുഗലിനെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ മറികടന്നായിരുന്നു ഫ്രാൻസിന്റെ സെമി പ്രവേശം. കന്നിക്കിരീടം ലക്ഷ്യമിടുന്ന ഇംഗ്ലണ്ടും 2 പതിറ്റാണ്ടിന് ശേഷം സെമിയിലെത്തുന്ന മുൻ ചാമ്പ്യന്മാരായ നെതർലാൻഡ്സും തമ്മിലുള്ള രണ്ടാം സെമി പോരാട്ടം മറ്റന്നാൾ രാത്രിയാണ്. കോപ്പ അമേരിക്കയിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയും കന്നിക്കാരായ കാനഡയും തമ്മിലാണ് ആദ്യ സെമി പോരാട്ടം. മറ്റന്നാൾ പുലർച്ചെ 5:30-ക്കാണ് മെസ്സിപ്പടയുടെ മത്സരം. വ്യാഴാഴ്ച പുലർച്ചെ നടക്കുന്ന യുറുഗ്വേ കൊളംബിയ പോരാട്ടത്തോടെ കോപ്പയിലെയും ഫൈനൽ ചിത്രം തെളിയും. സ്പോർട്സ് ഡെസ്ക് 24. രാജ്യാന്തര ക്രിക്കറ്റിൽ ചരിത്രമെഴുതാനൊരുങ്ങി മലയാളി സഹോദരിമാർ. ഒരേസമയം ടീമിനായി കളിക്കാനിറങ്ങുന്ന 3 സഹോദരങ്ങളെന്ന അപൂർവ നേട്ടമാണ് വയനാട് സ്വദേശികളെ കാത്തിരിക്കുന്നത്. UAE ടീമിനായാണ് ഈ സഹോദരങ്ങൾ കളിക്കാനിറങ്ങുക. ഇത് ഋതിക, റിനിത, ഋഷിത. അന്താരാഷ്ട്ര ക്രിക്കറ്റ് ചരിത്രത്തിൽ പുതിയ അധ്യായം എഴുതി ചേർത്ത് മലയാളികൾക്ക് അഭിമാനമാകുന്ന 3 മിടുമിടുക്കികൾ. UAEയുടെ ദേശീയ ടീമിലെ മിന്നും താരങ്ങളാണിവർ. സ്വപ്ന തുല്യമായ നേട്ടം സ്വന്തമാക്കിയാണ് ഇവരുടെ കുതിപ്പ്. നമ്മൾ ജനറലി ട്രെയിനിങ് ഒക്കെ ചേർന്നിട്ടാണ് ചെയ്യുക. 3 ആൾക്കാർ ചേർന്നിട്ടാണല്ലോ ചെയ്യുക. പിന്നെ വൺ ഓഫ് ആർ ഡ്രീം വാസ് 3 ആൾക്കാർ ചേർന്ന് എപ്പോഴെങ്കിലും ഒരു ടീമിലുണ്ടാവണം, കളിക്കാൻ പറ്റണം, ഫീൽഡിൽ ചേർന്ന് ഇറങ്ങാൻ പറ്റണം എന്നുള്ള ഒരു സ്വപ്നം ഉണ്ടായിരുന്നു. അതിപ്പോൾ ഇപ്രാവശ്യം ടീമിന് 3 ആൾക്കാർ ചേർന്നിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ടുള്ള ദാറ്റ്സ് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു മൊമെന്റ് തന്നെയാണ് നമുക്ക്. ശ്രീലങ്കയിൽ ഈ മാസം നടക്കുന്ന വിമൻസ് T20 ഏഷ്യ കപ്പിൽ UAEക്ക് വേണ്ടി ഈ സഹോദരങ്ങൾ കളത്തിലിറങ്ങും. ലോക ക്രിക്കറ്റ് ചരിത്രത്തിൽ പുതിയ റെക്കോർഡ് കുറിച്ചുകൊണ്ട് ഏറ്റവും നമ്മൾ 3 പേര് ചേർന്ന് പോകണം. അതിനുള്ള എക്സൈറ്റ്മെൻറ്റും ഹാപ്പിനെസ്സും ഉണ്ട്. പിന്നെ ഈ ലോകത്തിൽ തന്നെ ആദ്യത്തെ പ്രാവശ്യം നമ്മൾ യൂസുഫ് പട്ടാൻ, ഇർഫാൻ പട്ടാൻ, ഹർദിക് പാണ്ഡ്യ, കൃണാൽ പാണ്ഡ്യയൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 3 പേര് ചേർന്ന് ഇറങ്ങുമ്പോൾ അതിൽ നല്ല സന്തോഷമുണ്ട്. പിന്നെ അത് ഏഷ്യ കപ്പ് മാതിരി ഒരു ടൂർണമെൻറ്റിൽ ചെയ്യുമ്പോൾ അത് ഇനിയും ഇറ്റ്സ് മേക്കിംഗ് ദ ഇവൻറ്റ് മോർ ഹാപ്പി. ഈ മാസം 21-നാണ് മൂവരും ആവേശത്തോടെ ഉറ്റുനോക്കുന്ന ഇന്ത്യയുമായുള്ള മത്സരം. റിനിതയും ഋഷിതയും നേരത്തെ അണ്ടർ-19 വേൾഡ് കപ്പിൽ ഇന്ത്യക്കെതിരെ മത്സരിച്ചിട്ടുണ്ടെങ്കിലും ഋതികയ്ക്ക് പുതിയ അനുഭവമാണിത്. ഞാനും റിനിത അണ്ടർ-19 വേൾഡ് കപ്പ് കളിക്കുമ്പോൾ വി പ്ലേഡ് അഗേൻസ്റ്റ് ഇന്ത്യയുടെ കൂടെ കളിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഋത്തിക്കാണ് ഇപ്പോൾ ആദ്യമായിട്ട് ഇപ്പോൾ ഇന്ത്യയുടെ കൂടെ കളിക്കാൻ പോകുന്നത്. ആൻഡ് ഞങ്ങൾക്ക് ഭയങ്കര ഒരു വ്യത്യാസമുള്ള മൂമെൻറ്റ്, എനിക്കുള്ള വ്യത്യാസമുള്ള മൂമെൻറ്റ് ബിക്കോസ് നമ്മൾ 3 പേര് ആദ്യമായിട്ട് ഇപ്പോൾ സ്ക്വാഡിൽ ഉണ്ട്. പിന്നെ ഇന്ത്യയുടെ അഗെയിൻസ്റ്റ്, പാകിസ്ഥാൻ്റെ അഗെയിൻസ്റ്റ്, ഇങ്ങനെ വലിയ ടെസ്റ്റ് പ്ലേയിങ് നേഷൻസിന് അഗെയിൻസ്റ്റ് കളിക്കൊണ്ടുള്ള നല്ല ഹാപ്പിനെസ് ഉണ്ട് എനിക്ക്. പഠനത്തിന്റെയും ജോലിയുടെയും തിരക്കുകൾക്കൊപ്പം ക്രിക്കറ്റ് കളിയെയും നെഞ്ചോട് ചേർക്കാനാകുന്നതിൽ സന്തോഷമുണ്ടെന്നും ചുറ്റുമുള്ളവരുടെ പ്രോത്സാഹനമാണ് ഇതിന് കാരണമെന്നും ഇവർ പറയുന്നു. ഒന്നാമത് ഈ കളി തന്നെ നമ്മുടെ ഷെഡ്യൂളൊക്കെ ഭയങ്കര ടഫാണ്. ഇപ്പോൾ ട്രെയിനിങ് ആയാലും അല്ലെങ്കിൽ മാച്ചസ് ആയാലും തന്നെ, പിന്നെ സ്കൂളിൽ നിന്നും നമ്മളെ ഇപ്പോൾ ഓഫീസിൽ നിന്നായാലും ഭയങ്കര നല്ല സപ്പോർട്ടുണ്ട്. അപ്പോൾ വി ആർ ഗ്രേറ്റ്ഫുൾ. അങ്ങനത്തെ കൊലീഗ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ ഫ്രണ്ട്സ്, അങ്ങനത്തെ ടീച്ചേഴ്സ് എല്ലാവരും ഉള്ളത് തന്നെ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ഫോർ. ഇത്തവണ ഏഷ്യ കപ്പിൽ UAEക്ക് വേണ്ടി കളിക്കാനിറങ്ങുന്ന 15 കളിക്കാരിൽ 14 പേരും ഇന്ത്യക്കാരാണ് എന്ന പ്രത്യേകത കൂടിയുണ്ട്. എല്ലാ കളിക്കാർക്കും ആശംസകൾ. ദുബായിൽ നിന്നും ശരചെറുകുന്നിനൊപ്പം അരുൺ പാറാട്ട്, 24. അപ്പോൾ ക്രിക്കറ്റ് സഹോദരിമാർക്ക് വിജയാശംസകൾ നേർന്നുകൊണ്ട് നമ്മുടെ ഉച്ചവാർത്ത യാത്ര തൽക്കാലം പൂർണ്ണമാകുന്നു.